എൻ്റെ പേര് ടിജി ജസ്റ്റോ. ഒരിക്കൽ കൂടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷികളായി ഞങ്ങൾ കൃപാസനത്താൽ ഉയർത്തതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ജസ്റ്റോ പൗലോസ്, ഇത് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ്, അതവിടെ കുഞ്ഞ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ജനുവരിയിലാണ്. അന്ന് മുതൽ ഇന്ന് വരെ 3.5 വർഷമായി ഒരു ബ്രേക്ക് പോലുമില്ലാതെ ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടി കാനഡയിൽ നിന്നാണ് വരുന്നത്. കാനഡയിൽ നിന്ന് വരുന്ന വഴിയാണ്, സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഒരു തവണ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടാണ് കാനഡയിലോട്ട് പോയത്. അവിടെ പോയതിന് ശേഷം ഞാൻ തുടർച്ചയായി 3 മാസം ഓൺലൈനിൽ ഉടമ്പടി എടുത്തുകൊണ്ടേ ഇരുന്നിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് പിന്നെയും ഉടമ്പടി പുതുക്കി. എൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അവർ രണ്ടുപേരും ഡെഫ് ആൻഡ് ഡംബ് ആണ്. അവർ ഞങ്ങളുടെ ഒപ്പം ഉടമ്പടി എടുത്തവരാണ്. പക്ഷെ അവരുടെ ഒരു ശാരീരിക പരിമിതികൾ മൂലം അവർക്ക് പിന്നെ അത് പുതുക്കാൻ സാധിച്ചില്ല. അവർ ഉടമ്പടി എടുത്തത് അവർക്കൊരു 7 വർഷമായിട്ടും, കല്യാണം കഴിഞ്ഞ് 7 വർഷമായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അതാണ് അവരുടെ പ്രധാന നിയോഗമായിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർക്കത് പുതുക്കാനോ ഉടമ്പടിയിലെ കാര്യങ്ങൾ അവരുടെ പരിമിതികൾ മൂലം ചെയ്യാൻ സാധിക്കാതിരുന്നതുകൊണ്ട് ഞാൻ ആ നിയോഗം എൻ്റെ ഉടമ്പടിയിൽ വെക്കുകയാണ് ചെയ്തത്. അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ വയറ്റിൽ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ കാനഡയിൽ പോയപ്പോഴും ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. എൻ്റെ അനിയത്തിയുടെ വൈഫാണെന്ന് എൻ്റെ വയറിനെ സങ്കല്പിച്ച് ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അവരും അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഒത്തിരി ചികിത്സകൾ അവർ ചെയ്തു. അലോപ്പതി, ഹോമിയോ, അവർ ചെയ്യാത്ത ചികിത്സകളൊന്നുമില്ല. അവസാനം ഒന്നും ഒരു ഫലം കിട്ടാതായപ്പോൾ അവർ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരെയും കാണാനോ ഫേസ് ചെയ്യാനോ ഒന്നും താല്പര്യമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ ശക്തമായിട്ട് തന്നെ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചായിരുന്നു. കാരണം ഒത്തിരി പരിമിതികളിലാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. ഇനി ഈ ഒരു ഭാഗ്യം കൂടെ ദൈവം അവർക്ക് നിരസിച്ചാൽ അവരുടെ അവസ്ഥ എന്താവുമെന്ന് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ നിയോഗം സാധിച്ചില്ലെങ്കിൽ പോലും ഇത് സാധിച്ചു കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ മാതാവിൻ്റെ ഒരു അടയാളം, ഉടമ്പടി ഒരു അടയാളം ഇതിൽ വേണമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 2023 ഒക്ടോബറിൽ നമ്മുടെ വീടുകളിൽ ജപമാല മാസമാണ്. മാതാവിൻ്റെ രൂപം കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും. അപ്പോൾ അത് രൂപം ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞു, അനിയത്തിയോടെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അനിയത്തി മാതാവിൻ്റെ രൂപം എടുത്തപ്പോൾ അവളുടെ കയ്യിൽ ഒരു ഷോക്ക് അടിക്കുന്ന പോലെ, ഒരു തരിപ്പ് പോലെ അനുഭവപ്പെട്ടു. അനിയത്തി അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അത് മാതാവ് നിന്നെ അനുഗ്രഹിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇവർ ചെക്ക് ചെയ്തപ്പോൾ, അത് ഒക്ടോബർ മാസത്തിലായിരുന്നു, പിറ്റേ ദിവസം ഇവർ ചെക്ക് ചെയ്തപ്പോൾ ഈ കുട്ടി പ്രഗ്നൻ്റ് ആണ്. അതുപോലെ തന്നെ 2024 മെയ് മാസത്തിൽ ഇവർക്ക് ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അവർ അനുഗ്രഹിച്ചു. ഇവർക്ക് 2 പേർക്കും ഈ വൈകല്യങ്ങളുള്ളവരാണെങ്കിലും ഈ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല. ഉടമ്പടിയിൽ മാതാവിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞ പോലെ തന്നെ അച്ഛനെന്നും പറയാറുണ്ട്, ഇവിടെ ഉടമ്പടി എടുത്തതിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മാസമാണ് ഒക്ടോബർ, മെയ് എന്ന് പറയുന്നത്. ഒക്ടോബറിലാണ് ഇവൾക്ക് പ്രഗ്നൻ്റ് ആണ് നമ്മൾ അറിയുന്നത്. മെയ് മാസത്തിലാണ് ഉടമ്പടി അടയാളമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഇനി രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് കാനഡ PR കിട്ടിയതാണ്. ഞങ്ങളിവിടെ നിന്ന് സ്റ്റഡി വിസയിലാണ് കാനഡയിലോട്ട് പോയത്. ഇപ്പോൾ കാനഡയിലുള്ളവർക്ക് അറിയാം, PR കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് കാനഡയിലുള്ള എല്ലാവർക്കും അറിയാം. പലരും തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു, കൺട്രി വിട്ടുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ്. ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ 4-5 വർഷം ഒക്കെ പിടിക്കുന്നുണ്ട്. ഞങ്ങളുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു കൃപ കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾ ചെന്നത് ഹെവി വിൻ്ററിലാണ്. പിറ്റേ മാസം തന്നെ ഒരു PR സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓട്ടോമൊബൈൽ, അമേരിക്കൻ ഓട്ടോമൊബൈൽ കമ്പനിയിൽ അദ്ദേഹത്തിന് ഒരു ടയർ റിപ്പയറിംഗ് കമ്പനിയിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു സർവൈവൽ ജോലിയോ ഒരു റെസ്റ്റോറൻറ്റ് ജോലിയോ ഒന്നും അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നില്ല. അദ്ദേഹം ഒരു മെക്കാനിക്കൽ ഫീൽഡിലായിരുന്നു. അവിടെയും ഒരു ടയർ റിപ്പയറിംഗ് മെക്കാനിക്കൽ ഫീൽഡിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. അത് PR സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. പക്ഷെ അതിന് ഒത്തിരി കടമ്പകളുണ്ടായിരുന്നു. ആദ്യത്തെ കാര്യം IELTS പാസ്സാവുന്നുള്ളതാണ്. എൻ്റെ ഹസ്ബൻഡിയുടെ ഓട്ടോമൊബൈൽ ഫീൽഡ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ അതൊരു സ്വപ്നത്തിൽ പോലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരു ലാംഗ്വേജ് ഒന്നുമില്ല, ഒരിക്കൽ പോലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല അദ്ദേഹത്തിന് IELTS എഴുതുമെന്നോ പാസ്സാവുമെന്നോ ഒന്നും. പക്ഷെ ഞാനത് ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. ധൈര്യമായിട്ട് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഉടമ്പടി വെച്ചിൻ്റെ മാത്രം ഫലമായി റിക്വയർഡ് സ്കോർ നൽകി മാധവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വെസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇവിടെ പഠിച്ച ആളാണ്. അപ്പോൾ ഇവിടുത്തെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ കാനഡയിലോട്ട് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അതിൻ്റെ കിട്ടണം. അത്
കിട്ടിയാലാണ് നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞങ്ങൾ വെസ്സിന് അപ്ലൈ ചെയ്തപ്പോൾ അവർ ഇത് ഈക്വലൻ്റ് ആക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മെയിൽ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് PR കിട്ടണമെങ്കിൽ ഞങ്ങളുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ പേര് നോർത്ത് ബേ എന്നാണ്, കാനഡയിലെ. അവിടെ നിന്ന് ഞങ്ങൾക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ കിട്ടണമായിരുന്നു. ഈ റെക്കമെൻഡേഷൻ കിട്ടണ ഈ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ പോയി ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല, നിങ്ങൾക്ക് റിജക്ഷനാണ്, നിങ്ങൾക്ക് ഇത് വെക്കണ്ട, കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ തരേണ്ട ആളുകളാണ് നമ്മളോട് ഇത് പറഞ്ഞത്. ഞാൻ ഉടമ്പടി പാലിക്കുന്ന വ്യക്തിയല്ല, ഉടമ്പടി ജീവിക്കുന്ന വ്യക്തിയായുള്ള ഒരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ കമ്മ്യൂണിറ്റി അല്ല കർത്താവ്, യേശുവാണ് കർത്താവ്, എനിക്കിതെൻ്റെ ദൈവം തരുന്ന നല്ല വിശ്വാസമുണ്ട്, എനിക്ക് ഇവർ തന്നെ എൻ്റെ ദൈവം പരിശുദ്ധ അമ്മ എൻ്റെ ദൈവത്തിന് എനിക്കിത് മേടിച്ചു തരും, നമ്മളിതായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് അപ്ലൈ ചെയ്തു. എന്താണോ റിജക്ഷനായിട്ട് വന്നത് ആ ഫയൽ നമ്പർ വെച്ച് അതിൽ ഒരു കാര്യം ഞങ്ങൾ ചെയ്തു. ഉടമ്പടിയിലിരിക്കുന്ന ഒരു ശക്തമായ ആയുധങ്ങളായ ഉടമ്പടി തൈലം, കാശുരൂപം, ഉപ്പൊക്കെ വെച്ച് വിശ്വാസം ചൊല്ലി പ്രാർത്ഥിച്ച് ഞങ്ങളത് അപ്ലൈ ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് കിട്ടുന്ന യാതൊരു പ്രതീക്ഷ ഉണ്ടായില്ല, കാരണം തരേണ്ടവരാണ് ഞാൻ പറഞ്ഞത് കിട്ടില്ല ചെയ്യേണ്ടതെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ വലിയൊരു കൃപ കൊണ്ട് ഞങ്ങൾക്ക് അത് റെക്കമെൻഡേഷൻ ലെറ്റർ അവർ തന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് IRCCയിലോട്ട് PR-ന് വേണ്ടി അപ്ലൈ ചെയ്യാമെന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം വേണ്ടത് ID പ്രൂഫ്. ഹസ്ബൻഡ് ത്രൂ ആണ് ചെയ്തുകൊണ്ട് ആളുടെയാണ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണ്ടത്. ആദ്യം വേണ്ടത് ID പ്രൂഫാണ്, അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. എൻ്റെ ഹസ്ബൻഡ് ജനിച്ചത് വീട്ടിലായതുകൊണ്ട് ഞങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായില്ല. പലരും ഞങ്ങളോട് പറഞ്ഞു നമുക്ക് വക്കീലിനെ പോയി കാണാം, എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ചെയ്യാമെന്ന് പലരും ഞങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്, നമ്മളൊരു വക്കീലിനെയും കാണുന്നില്ല, നമ്മുടെ വക്കീൽ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൊണ്ടുവന്നത്. വക്കീലിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ നമുക്ക് എന്തെങ്കിലും നമ്മൾ തെറ്റായിട്ട് വല്ല ഫേക്ക് ഇൻഫർമേഷനോ ഫാബ്രിക്കേറ്റ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫേക്കായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ രണ്ട് വഞ്ചിലും കാലിടണ്ടെന്ന് അച്ഛൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കത് ദൈവം തരും, ഒരു നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല, നമ്മളുള്ള കാര്യം അവർക്ക് പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ ലെറ്റർ കൊടുക്കുകയാണ്. ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ് അതിലും ഞങ്ങൾ ഉടമ്പടിത്തായാലും വെച്ച് കുരിശ് വരച്ച് വിശ്വാസം ചൊല്ലി ഒക്കെ വെച്ച് പ്രാർത്ഥിച്ച് നേർച്ചകളെല്ലാം ഉപയോഗിച്ചിട്ട് ഞങ്ങളത് പിന്നെയും അപ്ലൈ ചെയ്തു. അത് അവർക്കൊരു പ്രശ്നം ഉണ്ടായില്ല, അവർ അക്സെപ്റ്റ് ചെയ്തു. അടുത്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ വെസ് എന്നത് പിന്നെയും ഇവിടെ ഒരു പ്രശ്നമായിട്ട് മാറി. അതവർ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു എന്നാൽ 10th തരാൻ പറഞ്ഞു. ഞങ്ങൾ സാധാരണ ഇവിടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊക്കെയാണ് ഇവിടെ ഈ വെസ് ചെയ്യുക. 10th ചെയ്യുന്നത് വളരെ റെയറാണ്. ഞങ്ങളാണെങ്കിൽ കാനഡയിലാണ്. അപ്പോൾ ഒത്തിരി അന്വേഷിച്ചിട്ടാണ് ഹസ്ബൻഡ് ഒരു ഏജൻസീനെ കിട്ടിയത്, നാട്ടിലൊരു ഏജൻസീനെ. ഒരു 5 മാസത്തോളം ഇതിൻ്റെ പിന്നാലെയായിരുന്നു. പക്ഷേ എന്ത് ചെയ്താലും അത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഹസ്ബൻഡ് SSLCയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് 5 മാസത്തോളമായിട്ടും വെസ് കൊടുക്കാനോ ഏജൻസിക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പല തടസ്സങ്ങളായിരുന്നു. ഓരോ മാസം ഞങ്ങൾക്ക് IRCCന്ന് മെയിൽ വരും, സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പറയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത മാസം ഡെഡ്ലൈൻ പറയും. അങ്ങനെ 5 തവണ, അങ്ങനെ സാധനം നയിക്കുന്നതല്ല, പക്ഷേ 5 തവണ അവർ ഞങ്ങൾക്ക് മെയിൽ വന്നു, സർട്ടിഫിക്കറ്റ് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ ഇടയിൽ കിട്ടിയിട്ടില്ല, പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അവസാനം കഴിഞ്ഞ വർഷം നവംബർ 25 ഞങ്ങൾക്ക് IRCCയിൽ നിന്നൊരു മെയിൽ വന്നു, ഇത്രയും നിങ്ങൾക്ക് ചാൻസ് തന്നു, ഇനി ഡിസംബർ 25, അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ 25 വരെ ഒരു മാസത്തെ സമയം തരും. ഈ സമയത്തിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫയൽ എന്നേക്കുമായിട്ട് ക്ലോസ് ചെയ്യുകയാണ്, പിന്നെ നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞു. അതായത് അത് റിജക്ഷനാണ്. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒത്തിരി ഡീമെറിറ്റ്സ് ആണ്. നമുക്ക് പ്രായമുണ്ട്, അങ്ങനെ ഒത്തിരി ഏജ് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വഴിയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. സ്റ്റുഡൻറ്റ് വിസ വഴി PR കിട്ടുക വെച്ചാൽ വളരെ റെയറായിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വഴി നമ്മളെ പൂർണ്ണമായിട്ട് അടയുന്ന രീതിയിലായിരുന്നു. അവർ ക്ലോസ് ചെയ്തപ്പോൾ നമുക്കത് രണ്ടാമതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പെർട്ടിക്കുലർ പ്രോഗ്രാം RNIP എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമാണ് PR തരുന്നത്. ആ പ്രോഗ്രാം ക്ലോസ് ആവുകയും ചെയ്തു. അപ്പോൾ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. നമ്മൾ തിരിച്ചു പോകേണ്ട അവസ്ഥ വരുന്ന ഒരു അവസ്ഥയിലെത്തി. അപ്പോഴും ഞാൻ ഒട്ടും തളർന്നില്ല. ഞാൻ എൻ്റെ ഉടമ്പടിയിൽ പാലിക്കുന്ന വിശ്വസ്തയും എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒട്ടും തളരേണ്ട, ഇത് മെറിറ്റ് പോകുന്നതാണ്, ഇത് സാക്ഷ്യമായി മാറാൻ വേണ്ടിയിട്ടാണെന്ന് തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ നാട്ടിൽ എൻ്റെ ഫാദറായിട്ട് ബന്ധപ്പെട്ട് നേരെ നമ്മൾ പരീക്ഷാ ഭവനിൽ നേരെ എത്തണം. അവിടെ നിന്ന് ഇനി എക്സ്പ്രസ് കൊറിയയിൽ അയച്ചാലാണ് നമുക്കത് കിട്ടത്തുള്ളൂ. കാനഡ പോസ്റ്റ് സ്ട്രൈക്കായിരുന്നു. അപ്പോൾ അത് വഴിയും കിട്ടത്തില്ല. ഈ എക്സ്പ്രസ് കൊറിയർ അയക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഇനി അതവർ ചെയ്യത്തില്ല, പരീക്ഷാ ഭവൻ അത് ചെയ്യത്തില്ല. അങ്ങനെ എക്സ്പ്രസ് കൊറിയർ നോർമൽ ചെയ്യുന്നൊരു കാര്യമല്ല. പക്ഷെ ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു അപ്പച്ചനവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കണം, എന്നാലത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും അങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്ന അത്ര വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല.
ഞാൻ അദ്ദേഹം പൊളിറ്റിക്കലി കുറച്ച് ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. അപ്പോൾ ആൾ പറഞ്ഞില്ല നമുക്ക് അവിടെ നിന്ന് പൊളിറ്റിക്കൽ ഹെൽപ്പൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ പോയിട്ട് ഒരു സഹായവും കിട്ടിയില്ല. കാരണം അത് അവിടേക്ക് അധികാരപ്രതിക്ക് അപ്പുറത്തുള്ള കാര്യമായിരുന്നു, അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച അവസാനം അങ്ങനെ അവിടെ നിന്ന് തന്നെ ഒരു ഹെൽപ്പ്, ദൈവത്തിൻ്റെ സഹായം കിട്ടിയത്, പൊളിറ്റിക്കൽ ഹെൽപ്പല്ല കിട്ടിയത്. അവരിൽ നിന്നൊരാൾ എൻ്റെ ഫാദറിൻ്റെ കൂടെ പോയി എക്സ്പ്രസ് കൊറിയറായിട്ട് അത് അയച്ചു. ഞാൻ പറഞ്ഞായിരുന്നു അതിൽ അയക്കുമ്പോൾ അത് പ്രത്യേകം വിശ്വാസം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പച്ചൻ അതുപോലെ തന്നെ അയച്ചു. അങ്ങനെ അപ്പച്ചൻ അതിൻ്റെ ആ ഒരു വിശ്വാസം വർദ്ധിച്ചു. ഉപ്പിട്ട് പ്രാർത്ഥനയ്ക്കുള്ള ആ ഒരു ദൈവത്തിൻ്റെ ശക്തി അത് മനസ്സിലാൻ വേണ്ടി സഹായിച്ചു. ഞാനും പ്രാർത്ഥിച്ചത് ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ കിട്ടാൻ മാത്രം എനിക്ക് കിട്ടിയാൽ മതി. എൻ്റെ കർത്താവിന് എൻ്റെ എന്ത് കാര്യത്തിലും എൻ്റെ കർത്താവിന് നാം മാറ്റപ്പെടണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ കാര്യം നടക്കുക എന്നുള്ളതല്ല എൻ്റെ കാര്യം. ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെ തന്നെയാണ്, ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടാണെങ്കിൽ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ റിജക്ഷൻ ആയിക്കോട്ടെ, എനിക്ക് കിട്ടണ്ടെന്ന് തന്നെ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ അപ്പച്ചൻ ചെയ്തു, അത് ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ ഇതൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് അവർ പറഞ്ഞ ഡെഡ് ലൈൻ December 25th ആയിരുന്നു. ഇതൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും December 10th ആയിട്ടുണ്ടായിരുന്നു. 5 ദിവസമായിട്ട് ഞങ്ങൾക്ക് മെയിലൊന്നും അവിടെ നിന്ന് വരുന്നില്ല. വെസ്സിൽ നിന്ന് ഇവരിത് വെസ്സിലോട്ടാണ് അയച്ചത്. ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു December 15th അവർക്ക് അവിടെ കിട്ടി. പക്ഷേ അവർ പറഞ്ഞു അവർ വെക്കേഷന് പോവാണ്. അവിടെ വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ആവുള്ളൂ. അവർ പറഞ്ഞു ഞങ്ങൾ വെക്കേഷന് പോയിട്ട് ഇനി 2025 6ാം തീയതിക്ക് ശേഷം നമുക്ക് പ്രോസസ്സ് ചെയ്യാം, അത് 1-2 മാസം പിടിക്കും. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഒരു കാര്യം, ഞങ്ങൾക്ക് December 25 ഞങ്ങളുടെ ഫയൽ ക്ലോസ് ചെയ്യും. എൻ്റെ ഹസ്ബൻഡ് പിന്നെയും തളർന്നു. ഇനി ഒരു വഴിയില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഒരു സാധ്യത, നമുക്കൊന്നുമില്ല, നമുക്ക് അവിടെ ഒന്നും ചെയ്യാം. അവർ പറഞ്ഞത് തന്നെയാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ അപ്പോഴും എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു ഇത് അതിൻ്റെ മെറിറ്റ് പോകുന്നതാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ കാര്യം മെറിറ്റ് പോയി കൃപയിൽ കിട്ടുന്നതാണ്, അതുകൊണ്ട് തന്നെ നടക്കുന്നത്, ഒരു പേടിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ധൈര്യപ്പെടുത്തി. ഞങ്ങൾ വെസ്സിൻ്റെ സൈറ്റൊക്കെ തുറന്നു നോക്കിയപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു ചാറ്റ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്, അത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ ഞങ്ങളുടെ സാഹചര്യം പറഞ്ഞൊരു 3-4 സെൻറ്റൻസിൽ ഒരു സാഹചര്യം പറഞ്ഞ് ഞങ്ങളൊരു മെയിൽ പോലെ അയച്ചു. എന്താണെന്നൊന്നും അറിയത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിലും ഞാനത് കൃപാസനത്തിലോടാണ് സബ്മിറ്റ് ചെയ്യുന്നത്. എന്ത് പേപ്പർ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും പരിശുദ്ധ അമ്മ ഇത് ഞാൻ കൃപാസനോട് തരാണ്, അമ്മ ഇത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി തിരുക്കുമാരിൽ നിന്ന് അപ്രൂവൽ മേടിച്ചായിരുന്നു പറഞ്ഞിട്ടാണ് ഞാനത് എല്ലാം അയക്കാറുള്ളത്. അതും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അത്ഭുതകരമായ രീതിയിൽ പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകട്ടെ, പിറ്റേ ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് വെസ്സിൽ നിന്നൊരു മെയിൽ വന്നേക്കാണ്. ആരാണോ പറഞ്ഞത് ഇനി അടുത്ത മാസം കഴിഞ്ഞിട്ട് പ്രോസസ് ചെയ്യാമെന്ന്, അവർ 24 മണിക്കൂറിനുള്ളിൽ വിത്തിൻ 24 hours നിങ്ങളുടെ ചെയ്ത് കഴിഞ്ഞ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മെയിൽ അയച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ഹസ്ബൻഡൊക്കെ ജീവൻ തിരിച്ചു കിട്ടിയ ഒരു സമയമായിരുന്നു ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ തന്നെ ഞങ്ങൾ IRCയോട് പ്രാർത്ഥിച്ച് അപ്ലോഡ് ചെയ്തു. ഞങ്ങൾക്ക് അവർ പറഞ്ഞത് December 25th റിജക്ഷൻ തരാൻ പോകുമെന്ന് പറഞ്ഞ ഏത് IRCC ആണോ പറഞ്ഞത് ആ IRCC തന്നെ December 24th PR-നുള്ള പ്രീ അറൈവൽ ഇൻവിറ്റേഷനാണ് ഞങ്ങൾക്ക് അയച്ചു തന്നത്. പിന്നെയും ഒത്തിരി എല്ലാം ഡീറ്റെയിൽ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കമാണ്, ഒത്തിരി കടമ്പകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ ഫെബ്രുവരി 18ാം തീയതി അവർ പറഞ്ഞ ഒരു ക്രൈറ്റീരിയ പോലും പാലിക്കാതെ, അവർ പറഞ്ഞ എല്ലാ ഡെഡ് ലൈനും ബ്രേക്ക് ചെയ്ത്, അവർ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് പോലും കൊടുക്കാൻ സാധിക്കാതെ, എന്താ പറയുക, മെറിറ്റ് ഉള്ളവർക്ക് പോലും PR കിട്ടാമെന്നാണ്. ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടാണ്. കാനഡയിലുള്ളവർക്ക് അത് കാര്യങ്ങൾ അറിയത്തുള്ളൂ ശരിക്കും. ഈ അവസ്ഥയിൽ ഇതൊന്നും ഇല്ലാത്ത ഞങ്ങൾക്ക് മാതാവിൻ്റെ മാത്രം ഇടപെടലിൻ്റെ ഭാഗമായി കർത്താവ് ഞങ്ങൾക്ക് ഫെബ്രുവരി 28ാം തീയതി PR കാർഡ് നില അനുഗ്രഹിച്ചു. ഇത് കിട്ടിയപ്പോൾ ഞങ്ങൾ പിന്നെ ചെയ്ത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാന്നുള്ളതാണ്. കാരണം ഇത് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. കാനഡയിൽ നേരിട്ട് വരുന്ന വഴിയാണ് ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു നിയോഗമായിരുന്നു. ഞങ്ങൾ കാനഡയിലാണെങ്കിലും ജപമാലി റാലി നടത്താറുണ്ട് എല്ലാ വർഷവും. ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങളിവിടെ ചെയ്യുന്ന പോലെ തന്നെ അവിടെ 12 കിലോമീറ്റർ ഇവിടെ ചെയ്യുന്ന അത്രയും ദൂരം ഒക്ടോബർ മാസത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഞങ്ങൾ 2 പേരും മാത്രമായിട്ട് ജപമാല റാലി നടത്താറുണ്ട്. അപ്പോൾ അതിൽ വെച്ചിരുന്ന യോഗമായിരുന്നു. ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന ഷീന മിഥുൻ എന്ന് പറഞ്ഞ ഒരു ഫാമിലി, അവർക്ക് അവരുടെ വർക്ക് പെർമിറ്റ് അവരുടെ സ്പൗസിൻ്റെ റിജക്റ്റായി, ഷീന എന്ന് പറഞ്ഞ വ്യക്തിയുടെ റിജക്റ്റായി. അപ്പോൾ അവർക്ക് ഇത്ര സമയത്തുള്ള കാനഡ വിട്ട് പോകണം, 3 മാസത്തിൽ കാനഡ വിട്ട് പോകണം എന്നൊരു മെയിൽ വന്നായിരുന്നു. അവർ PR-ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഇത് 2 തവണ അവർക്ക് റിജക്റ്റായി. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ആ പറഞ്ഞ ദിവസത്തിനുള്ളിൽ PR കിട്ടിയില്ലെങ്കിൽ അവർ രാജ്യം വിട്ട് പോകണം, കാനഡ വിട്ട് പോകണം. അങ്ങനെയാണ് അവിടുത്തെ നിയമം. അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ വലിയ ലീഗൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ വരും. അതവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അവിടെ. അവർക്ക് കൃപാസനത്തെ പറ്റി അറിയില്ലായിരുന്നു. അവർ ഡൽഹിയിലായിരുന്നു. ഞാൻ അവർക്ക് കൃപാസനം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അത്തവണത്തെ ജപമാല റാലിയിൽ ഞങ്ങളുടെ കാലമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ മെയിൻ നിയോഗം ഇതായിരുന്നു. ഇത് പറഞ്ഞാണ് ഞങ്ങൾ ആ ജപമാല റാലി കംപ്ലീറ്റ് ചെയ്തത്. മറ്റൊത്തിരി നിയോഗങ്ങളുടെ കൂടെ ഞാൻ അങ്ങോട്ട് പറയുകയും ചെയ്തു, ഞങ്ങളിത് ജപമാല റാലി സമർപ്പിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ അത് തികഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ മാതാവിൻ്റെ ദിവസമായ ബുധനാഴ്ച അവർക്ക് മെയിൽ വന്നു PR കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒത്തിരി വിശ്വാസം ആവാനായിട്ട് സഹായിച്ചു. പിന്നെ ഒരു സാക്ഷി എന്ന് പറയുന്നത്
എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ടും തമ്മിലൊരു പൈസയെ ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായി. ഞങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഉണ്ടായത്, ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടായത്. പക്ഷേ അത് ഒരു 2 മാസം മുമ്പാണ് അത് ഉണ്ടായത്. ഞാൻ അന്ന് മുതൽ ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇത് രമ്യതയിലാവണമെന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡ് ആളോട് അങ്ങോട്ട് വഴക്കൊന്നുണ്ടായില്ലെങ്കിൽ പിന്നെ ആൾ നമ്മളോട് മിണ്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ പേരിലെല്ലാം തെറ്റുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് വിഷമമുള്ള കാര്യമാണെങ്കിൽ പോലും എൻ്റെ ഹസ്ബൻഡ് അങ്ങോട്ട് പോയി മാപ്പ് പറയുന്നതാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഹോളി സ്പിരിറ്റ് ആ രീതിയിൽ എൻ്റെ ഹസ്ബൻഡിൽ പ്രവർത്തിക്കണം, ആ വ്യക്തിയിലും പ്രവർത്തിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചത്. ഞങ്ങളോട് ഫ്ലൈറ്റ് കയറുന്നത് വെള്ളിയാഴ്ചയാണ്. അന്ന് എൻ്റെ ഹസ്ബൻഡ് അന്നും ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അന്ന് തലേദിവസം നൈറ്റ് ചെയ്തായിരുന്നു വ്യാഴാഴ്ച. അന്ന് അദ്ദേഹം എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾക്കാണ് വിഷമമുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് പോയി ആ വ്യക്തിയോട് മാപ്പ് പറഞ്ഞ് ആ പ്രശ്നം രമ്യതയിലായി. ആ വ്യക്തിക്കും ഒത്തിരി വിഷമമായി. ഒരു പക്ഷേ ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം, എന്തിന് അറിയാതെ പറ്റിയതായിരിക്കാം, നമുക്കറിയത്തില്ല. പിന്നെ നമ്മളതിനെപ്പറ്റി സംസാരിച്ചില്ല. പക്ഷേ ആ ഒരു പ്രശ്നം വളരെ രമ്യമായ രീതിയിൽ പിന്നെയും അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ പിരിഞ്ഞത്. അതും എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. കാരണം എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം കിട്ടാനല്ല, എൻ്റെ കുടുംബത്തിൽ കൃപ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എളിമപ്പെട്ടപ്പോൾ, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റെങ്കിൽ പോലും അദ്ദേഹം എളിമപ്പെട്ടപ്പോൾ ആ ഒരു കൃപയിൽ നിറഞ്ഞൊക്കെ എൻ്റെ കുടുംബത്തിന് സാധിക്കുന്നുണ്ട്. ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങൾ ഇത് എൻ്റെ കൂടെ ഇവരുള്ളത് കൊണ്ട് മാത്രം, എൻ്റെ കൂടെ ഉള്ളവരുടെ കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിച്ചിട്ടുള്ളൂ. ഒത്തിരി പേർക്ക് രോഗസൗഖ്യം കിട്ടാനും പരീക്ഷാ വിജയങ്ങൾ കിട്ടാനും ഇമിഗ്രേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ കുട്ടികളുണ്ട്, അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ വേൾഡിലെ പല പാർട്സിലാണ്, അവരൊന്നും എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രം എനിക്ക് ആ സാക്ഷികൾ പറയാൻ സാധിക്കാതെ, അല്ലെങ്കിൽ ഒത്തിരി വിഷമമുണ്ട്. എപ്പോഴെങ്കിലും അവരെയും കൊണ്ടുവന്ന് എനിക്ക് സാക്ഷികൾ പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം കാനിപ്രവർത്തനമാണ്. അച്ഛൻ പറയാറുണ്ട് ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രേക്ഷിത പ്രവർത്തനമാണെന്ന്. ഞാൻ ഏറ്റവും നന്നായി ചെയ്യുന്നത് പ്രേക്ഷിത പ്രവർത്തനമാണെന്ന് ഒറ്റ വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് ഇവിടെ ചെയ്തതിൻ്റെ ഞാൻ വിചാരിച്ചു കാനഡയിൽ പോകുമ്പോൾ ഞാൻ എന്തായിരിക്കുന്നത്. പക്ഷേ എല്ലാ മാസവും എൻ്റെ കസിനോ ഫ്രണ്ടോ ആരെങ്കിലും വന്ന് ഇവിടെ നിന്ന് 5 കെട്ട് കൃപാസന പത്രം വാങ്ങിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊടുക്കും. എൻ്റെ ഫാദറിനോട് പറഞ്ഞ് ഞാനത് അയപ്പിക്കും. നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് അതിനൊരു ചിലവാണ്. പക്ഷേ നമ്മുടെ ഒത്തിരി കാലം ഞങ്ങൾ അതിൻ്റെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എല്ലാ മാസം 5 കെട്ട് കൃപാസന പത്രം കാനഡയിൽ നോർത്ത് ബേയിൽ ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഓരോ ആഴ്ചയും ഓരോ ഇംഗ്ലീഷ് പത്രങ്ങളാണ്. അവിടെ കൂടുതലും ഇംഗ്ലീഷുകാരാണ്, മലയാളീസ് കുറവാണ് ഞങ്ങളുടെ ഏരിയയിൽ. ഓരോ ആഴ്ചയും ഓരോ കെട്ട് കൃപാസന പത്രം കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ട്. അത് ഇവിടെ കൊടുക്കുമ്പോൾ അത്ര എളുപ്പമല്ല, കാരണം വെതർ അത്ര ഹാഷാണ് ഞങ്ങളുടെ ഏരിയയിൽ. ഞങ്ങൾ ടൊറൻ്റ് ഭാഗത്തൊന്നുമല്ല, അവിടെ നിന്ന് കുറച്ച് പോകേണ്ട ഒരു ഏരിയയാണ്, കുറച്ച് ഉള്ളിലോട്ടാണ്. -30 ഒക്കെ വരെ പോകുന്നൊരു ഏരിയയാണ്. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അത് കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനവിടെ പള്ളിയിലൊക്കെ ഞാൻ കൊടുത്തിരുന്നുണ്ടെങ്കിലും എനിക്ക് പിന്നെ അത് അത്ര എഫക്റ്റീവായിട്ട് അവിടെ തോന്നിയില്ല. കാരണം അവിടെ നല്ല വിശ്വാസമുള്ളവരെ പള്ളിയിൽ വരില്ല. അവർ ഓൾറെഡി ലൂർദിലും ഫാത്തിമയിലൊക്കെ പോയി അത്ര ഒരു ഭയങ്കര ഒരു പക്ഷേ എന്നെക്കാളും ഒരു ചൈതന്യത്തിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് കൊടുക്കണേക്കാളും എനിക്ക് കുറച്ചും കൂടെ പ്രേക്ഷിത പ്രവർത്തനം ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പേഴ്സണൽമാവ് തോന്നിക്കുന്നത് പൗലോസ് അപ്പോസ്തലനെയാണ്. അദ്ദേഹം വിജാതിയുടെ ഇടയിലാണ് പ്രവർത്തിച്ചത്. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് എന്നോട് പേഴ്സണൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി അവിടുത്തെ ട്രാൻസിറ്റിൽ, അതായത് കാനഡയിലെ ഇവിടുത്തെ പോലെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കാനഡയിലെ തെരുവിൽ കൂടെ വിൻ്റർ ആണെങ്കിലും എന്ത് വെതറാണെങ്കിലും ഈ കൃപാസപത്രം കൊടുത്ത് ഞാൻ നടക്കാറുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല, അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് എൻ്റെ കൈ ഭയങ്കര സെൻസിറ്റീവാണ്. -30 പോകുമ്പോൾ -20 തൊട്ട് അങ്ങോട്ട് പാലോട്ട് പോകുമ്പോൾ എൻ്റെ കൈയൊക്കെ ഞാൻ കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കൈയൊക്കെ നീലച്ച് മരവിച്ച് അതിൻ്റെ ഉള്ളിൽ ഞാൻ വന്നിരിക്കും. അത് കഴിഞ്ഞ് പിന്നെയും കരയും. അത് കഴിഞ്ഞ് പിന്നെയും ഇറങ്ങും. അത് കഴിഞ്ഞ് അടുത്ത ഇത് കൊടുക്കും, കുറച്ച് കൊടുക്കും, പിന്നെയും മരവിച്ച് ഇതുപോലെ തന്നെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അത് കുറച്ച് പേര് മേടിക്കും, ചിലർ മേടിക്കില്ല, ചിലർ നമ്മുടെ അടുത്ത് ആർഗ്യുമെൻ്റൊക്കെ നിൽക്കും. പക്ഷെ അവിടെയൊക്കെ വളരെ രമ്യമായിട്ട് സംസാരിക്കാൻ സാധിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ചെയ്യുന്നൊരു കാര്യമാണ്, ചിലരിത് കളയും. ചിലർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ കനഡിയൻസ് അത് ചെയ്യാറില്ല. അവർ വേണമെങ്കിൽ വേണമെന്ന് പറയും, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയും. പക്ഷെ ബാക്കിയുള്ളവർ അത് മേടിച്ചിട്ട് കളയാറുണ്ട്. അത് ഞാൻ നോട്ടീസ് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ പത്രം കൊടുത്തിട്ട് പോവില്ല, ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യും. ചെയ്യുന്നത്. കുറേ നേരം ഞാനവിടെ നിൽക്കും, അവരെ വാച്ച് ചെയ്ത് അവസാനം അവർ പോയി കഴിയുമ്പോൾ എല്ലാവരും ആ പെർട്ടിക്കുലർ വ്യക്തി പോയി കഴിയുമ്പോൾ ഞാൻ എല്ലാ ഡസ്റ്റ്ബിന്നും, അത് ഞാൻ ഈ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല, എല്ലാ ഡസ്റ്റ്ബിനും, ഒരുപക്ഷെ അവിടെ ഹോംലെസ്സുകൾ പോലും ചെയ്യില്ല. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഹോംലെസ്സുകളെ ചെയ്യുള്ളൂ, അവരും ചെയ്തോളുന്നില്ല. എല്ലാ ഡസ്റ്റ്ബിന്നും പൊക്കി നോക്കി, എല്ലാ വേസ്റ്റും അതിലുണ്ടാവും, അവരെല്ലാവരും കാണുന്നുണ്ടാവും. ഈ ഡസ്റ്റ്ബിനൊക്കെ പൊക്കി നോക്കി ഇതിൽ നിന്ന് പത്രമില്ല, ഒരു പത്രം എനിക്ക് കിട്ടാറുണ്ട്. ഇതെടുത്ത് അതിൽ ചെളിയൊക്കെ കളഞ്ഞ് അത് ചെയ്യുമ്പോൾ ശരിക്കും ഒരു നാണക്കേടാണ്. പക്ഷെ അതിനേക്കാളും വലുത് അത് മറ്റുള്ളവരെന്ത് ചെയ്യുന്ന ചിന്തയേക്കാളപ്പുറത്ത് എൻ്റെ ദൈവം എന്നെപ്പറ്റി ചിന്തിക്കും. ഞാനത് വിചാരിക്കാറുള്ളൂ. എനിക്ക് വളരെ അഭിഷേകമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് സന്തോഷമാണ്.
സന്തോഷമാണ്. അത് ഇത്ര നാണം കെട്ട് അച്ഛൻ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് ഡീ പ്രൊമോഷനാണ്, അതെല്ലാവരും മുന്നിൽ നാണം കെട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അഭിഷേകമാണ്. ഞാനത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അതാണ് അവിടെ അത് വരെ അവസാനിക്കും. അതായത് ഞാൻ കൊടുക്കുന്ന ഒരു പത്രം പോലും വേസ്റ്റ് ആവരുത്. അതൊരാളെ നിത്യതയിലേക്ക് എത്തിക്കുന്ന ഒരു വാതിലാണ്. അങ്ങനെയാണ് ഞാൻ കൃപാസന പത്രം കാണുന്നത്. അപ്പോൾ അത് വേസ്റ്റ് എന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. ഓരോ പത്രത്തിൽ ഞാൻ ഉപ്പിട്ട് വിശ്വാസം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓരോ പത്രത്തിലും ഞാൻ എൻ്റെ പേരും ഫോൺ നമ്പർ എഴുതി കൊടുക്കാണ്ട് പലരും എന്നെ വിളിക്കാറുണ്ട്. പല പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പലരും എനിക്ക് ഈശോയോട്ട് അതിലൊക്കെ അടുപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓൺലൈനായിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഒരു 400-500 ആളുകളിലേക്ക് എല്ലാ ദിവസവും 3 മൊബൈൽ ഫോൺ വഴി ഞാൻ സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡും ഉടമ്പടി ധ്യാനമൊക്കെ അയക്കാറുണ്ട്. മിനിമം ഒരു 3/4 മണിക്കൂറെങ്കിലും ഇതിനെനിക്ക് ഒരു ദിവസം ഇത്രയും ആളുകളിലേക്ക് എത്തിയ സമയം ആവാറുണ്ട്. പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതുവഴി ഒത്തിരി പേര് ഈ ഉടമ്പടിയിലേക്ക് എത്താനൊക്കെ ഒത്തിരി പേര് സാധിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡായിട്ട് ഒത്തിരി പേര്. ഞാൻ എന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പത്രം കൊടുക്കുമ്പോൾ ഞാനൊരു മരീൻ മിഷണറി എന്ന് പറയാൻ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പറയാനായിട്ട്. അപ്പോൾ വേൾഡ് വൈഡ് ഒരു മരീൻ മിഷനായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഒത്തിരി ആളുകളെ മാതലേക്ക് ഈശ്വരൻ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി ആളുകൾ ഞാൻ വഴി ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാനത് എടുപ്പിക്കാൻ മാത്രമല്ല, ഞാനത് ഫോളോ അപ്പ് ചെയ്യും. എന്തായി എങ്ങനെയായി ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവരോട്ട് കോൺടാക്റ്റ് ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി കാരുണ്യ പ്രവർത്തനമാണ്. അതിൽ മെയിനായിട്ട് അവിടെ ഉള്ളവർക്കറിയാം ഹോംലെസ്സിന് ഫുഡ് കൊടുക്കാന്ന് പറയും. ഇപ്പോൾ ഇവിടുത്തെ പോലെ തന്നെ അവിടെ ആളുകളുണ്ട് ഹോംലെസ് ആയിട്ടുള്ളവർ. അവരവിടെ വന്നിരിക്കും. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഹോംലെസ്സിന് ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുക. പലരും അവിടെ ഫുഡ് ബാങ്കിലാണ് ഫുഡ് കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ കൊടുത്താൽ നമുക്കത് ഈശോയുടെ നാമത്തിലാണ് കൊടുക്കുന്നത്. നമുക്ക് അവരോട് പറയാൻ സാധിക്കില്ല. അച്ഛൻ പറയാറുണ്ട്, നമ്മളൊരു കാര്യം വെറുതെ അങ്ങ് കൊടുത്താൽ അത് കാരുണ്യപ്രവൃത്തിയാണ്. പക്ഷെ ഞാനത് ഈശോയുടെ നാമത്തിലാണ് ചെയ്തു കൊടുക്കുന്നത് പറഞ്ഞാൽ അത് കൃപാവര പ്രവൃത്തിയാണ്. അപ്പോൾ എനിക്ക് കൃപാപ്രവൃത്തി ചെയ്യാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ഹോംലെസ്സിനെയും ദൈവം എൻ്റെ മുന്നിൽ കറക്റ്റായിട്ട് എല്ലാ ആഴ്ചയും ഒത്തിരി ആളുകളെ എത്തിക്കും. അവർ പറയുന്ന ഫുഡ് ചിലപ്പോൾ ആ ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ആ ഫുഡ് അവർക്ക് വാങ്ങിച്ചു കൊടുത്ത് ഞാൻ അവരോട് പറയും, ഇത് എൻ്റെ ഈശോയുടെ നാമത്തിലാണ് ചെയ്തു തരുന്നതെന്ന്. അവരും പറയും പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഗോഡ് ബ്ലെസ് യു പറഞ്ഞിട്ടാണ് ഞാനത് കൊടുക്കുന്നത്. അത് ഞാൻ ചെയ്യാറുണ്ട് എല്ലാ ആഴ്ചയും. പിന്നെ ഞങ്ങൾക്ക് പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങൾക്ക് പള്ളിയിൽ വളരെ ആക്റ്റീവായിട്ട് ഇംഗ്ലീഷ് ചർച്ചാണ്, പക്ഷേ RC ചർച്ചാണ്. പള്ളിയിൽ ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ 2 മക്കളുടെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. പള്ളിയിലൊരു സംഘടനയാണ് സ്ട്രീറ്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളവിടെ പള്ളിയിൽ പോയി ഫുഡ് ഉണ്ടാക്കി സ്ട്രീറ്റ്സിൽ പോയിട്ട് ഹോംലെസ്സിന് കൊടുക്കുന്നത്. ഞാൻ അതിൽ ഭാഗമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ഉടമ്പടിയുടെ കാര്യപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. പിന്നെ അടുത്തത് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒത്തിരി ആളായിട്ട് കണക്ഷൻ വരാനായിട്ട് അത് സാധിച്ചു. ഒത്തിരി പേരായിട്ട് കോൺടാക്ട്സ് വരാൻ സാധിച്ചു. അപ്പോൾ ഇവരൊക്കെ പല പ്രശ്നങ്ങൾക്ക് നമ്മളെ വിളിക്കും. അപ്പോൾ എനിക്കിപ്പോഴും അറിയില്ല എങ്ങനെയാണ് സാധിക്കുന്നത്. പലരും അത്ര ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്ന് ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെയാണ് എല്ലാവരും അവിടെ പോകുന്നത്. കടം മേടിച്ചൊക്കെയാണ് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ളവരും. അപ്പോൾ പലർക്കും റെൻറ്റ് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഫീസ് കൊടുക്കാനായിട്ട്, അവരുടെ ഫോൺ ബില്ല് അടയ്ക്കാനായിട്ട്, ഗ്രോസറി മേടിച്ചു കൊടുക്കാനായിട്ട്, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്താലും, ഒരു ചെറിയ കാര്യം ചെയ്താലും വലിയ കാര്യം ചെയ്താലും ഇത് ഈശോയുടെ നാമത്തിനാണ് കൊടുക്കുന്നത്. അവരോട് പറഞ്ഞിട്ടാണ് ചെയ്തു കൊടുക്കാറുള്ളത്. ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട് ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന്. പക്ഷേ എന്നിട്ട് ഞങ്ങളുടെ കാര്യം വരുമ്പോൾ ഞങ്ങൾക്ക് പലരോടും കടം മേടിച്ച് ഞങ്ങളുടെ ഈ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. പക്ഷേ എന്നിരുന്നാലും അവസാനം ദൈവം അതിൻ്റെ ഇരട്ടിയായിട്ട് ഞങ്ങൾക്ക് തരുകയും ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി ഞാനിവിടെ നാട്ടിലായിരുന്നപ്പോൾ ഉടമ്പടിയുടെ പ്രേക്ഷിത ഭാഗമായിട്ട് കുറച്ച് പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് എത്താൻ സാധിച്ചായിരുന്നു. അപ്പോൾ അവരെ ഇപ്പോഴും ഞങ്ങളത് ആർക്കും അറിയില്ല. ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യമൊന്നും ആർക്കും അറിയില്ല. ഇവിടെ പറയുന്നത് കൊണ്ട് മാത്രം പറയുന്നതാണ്. ഒത്തിരി കുടുംബങ്ങളെ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു നിശ്ചയ എമൗണ്ട് ഞങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിന് കർത്താവ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഇരട്ടിയായിട്ട് ഇതിനൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആധ്യാത്മികമായിട്ടുള്ളൊരു വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ പ്രാർത്ഥന, കുർബാന, ഇതൊന്നും മുടക്കാറില്ല. എത്ര തിരക്കാണെങ്കിലും എന്താണെങ്കിലും കുടുംബ പ്രാർത്ഥനയും എല്ലാം പ്രാർത്ഥനയും കാരണം എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ ഇംഗ്ലീഷ് ചർച്ചാണെങ്കിലും പോയി കുമ്പസാരിക്കണം. ചിലപ്പോൾ 2 ആഴ്ചയല്ല, ഒരാഴ്ചയിൽ തന്നെ കുമ്പസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ കുർബാന എൻ്റെ ജീവിതത്തിൽ ഞാൻ മുടക്കാത്തൊരു കാര്യമാണ് വിശുദ്ധ കുർബാന. അവിടെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നതെന്ന് വെച്ചാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ മലയാള ഇടവകയൊന്നും അല്ല, ഇംഗ്ലീഷ് ഇടവകയാണ്. വീട്ടിൽ നിന്ന് ദൂരമുണ്ട്. വിൻ്റർ വളരെ ഹാഷാവുന്നൊരു സ്ഥലമാണത്. അപ്പോൾ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ കാറിൽ പോവും, അല്ലെങ്കിൽ ബസ്സിൽ പോവും. -30 ഞാൻ നടന്നു പോയിട്ടുണ്ട്. 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നടന്നു പോയിട്ടുണ്ട്. എനിക്ക് എന്ത് വന്നാലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കാറില്ല. അതുകൊണ്ട് പല കാലം എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട വരാറുണ്ട്. ഇപ്പോൾ എൻ്റെ ജോലി സ്ഥലത്താണെങ്കിലും അവിടെ എല്ലാവരും അവേഴ്സും ഷിഫ്റ്റും കിട്ടാൻ വേണ്ടി ഓടി നടക്കും. പക്ഷേ എനിക്ക് അവർ ഷിഫ്റ്റ് ഇടുമ്പോൾ ഞാൻ പറയും, എനിക്ക് കുർബാനയ്ക്ക് പോകണം, എൻ്റെ കുർബാന മുടക്കിയിട്ട് ഞാൻ വരില്ല എന്ന് പറയും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നഷ്ടം തോന്നുന്ന
പക്ഷെ എനിക്ക് നേട്ടം ഒത്തിരി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നെ പല രീതിയിലും അതൊക്കെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും അതിലൊന്നും ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. എനിക്ക് എൻ്റെ ഈശോ എല്ലാ ദിവസവും സ്വീകരിക്കണം. പിന്നെ ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ എൻ്റെ വാക്കും പ്രവൃത്തിയും എൻ്റെ നിലപാടുകളും കൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ക്രിസ്ത്യ വിശ്വാസിയാണ്, ഈശോയുടെ മോളാണെന്ന് മറ്റുള്ളവർ പറയിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നീ വളരെ സ്പിരിച്വലാണ്, നീ ഹോളിയാണ്, നീ എന്താ പറയുക, നീ വളരെ റിലീജിയസ് ആണ് എന്ന് ആളുകൾ ഇങ്ങോട്ട് ചോദിക്കുന്ന രീതിയിലുള്ള നിലപാട് ഉയർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അവിടെ ഈശോയുടെ നാമൊക്കെ വൃഥാ പ്രയോഗിക്കുക, അങ്ങനെ പല മോശം രീതിയിൽ പറയും. അതെൻ്റെ സുപ്പീരിയേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഞാൻ പറയും, ഇതെൻ്റെ കർത്താവിൻ്റെ നാമമാണ്, എൻ്റെ കർത്താവിൻ്റെ നാമം പരിശുദ്ധമാണ്, ഇത് എൻ്റെ മുന്നിൽ വെച്ച് ഉപയോഗിക്കുക, ഇതൊരു തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയും. അപ്പോൾ അവരെന്നെ പറ്റി ചിന്തിക്കുന്നത് ഞാൻ നോക്കേണ്ട കാര്യമില്ല. എൻ്റെ അച്ഛൻ ഇവിടെ പറഞ്ഞ പോലെ എൻ്റെ ദൈവം എന്നെ പറ്റി ചിന്തിക്കുന്നത് ഞാൻ നോക്കാറുള്ളൂ. അതൊക്കെ ഞാൻ അതുപോലെ തന്നെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ച കുർബാന പലരെയും ഇപ്പോൾ ഇവിടെ ഉടമ്പെടുത്തിട്ടുള്ള പോരാണെങ്കിൽ പോലും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാത്തവർ, അതുപോലെ എന്താ പറയുക ഗുഡ് ഫ്രൈഡേ പള്ളിയിൽ പോകാത്തവർ, ഈസ്റ്ററിൻ്റെ പള്ളിയിൽ പോകാത്തവർ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ ഞാൻ പറയും, ഞാൻ തിരുത്താറുണ്ട്, നിങ്ങൾ പോകണം, അത് തെറ്റാണെന്ന് ഞാൻ പറയാറുണ്ട്. ഇതൊക്കെയാണ്. സമയക്കുറവുകൊണ്ട് ഇവിടെ നിർത്താണ്. അപ്പോൾ എന്നോട് വൈ കൃപാസനം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ദൈവസ്നേഹം വർദ്ധിക്കാനായിട്ട് കാരണമായൊരു സ്ഥലം, അല്ലാതെ എനിക്ക് PR കിട്ടാനോ എന്നെ ക്യാൻഡിൽ കൊണ്ടുപോകാനോ ഒന്നുമല്ല. ഇതൊക്കെ ദൈവത്തിന് വേണ്ടി, അത് ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്താനൊരു നിലപാട് സ്വീകരിക്കാനായിട്ട് എന്നെ പഠിപ്പിച്ച സ്ഥലം. അപ്പോൾ വൈ കൃപാസനം എന്ന് ചോദിച്ചാൽ, കൃപാസനമാണ് എനിക്ക് എൻ്റെ കർത്താവിനെ തന്നത്. ആ കർത്താവാണ് മറ്റുള്ളവരിൽ വേദനിക്കുന്നവരിൽ എൻ്റെ ഈശോയെ കാണാനും അവർക്ക് ഈശോയുടെ നാമത്തിൽ സഹായം ചെയ്യാനും അങ്ങനെ അവരെ ഈശോയിലേക്ക് കൊണ്ടുപോകാനുമുള്ള എൻ്റെ സ്ഥലം. അതുകൊണ്ട് ഐ വിൽ ഓൾവേസ് സേ ദിസ് ഇസ് മൈ ഹെവൻ ഓൺ എർത്ത്. ഇത് ഭൂമിയിൽ എൻ്റെ സ്വർഗ്ഗമാണ് കൃപാസനം. സോ താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു സോ മച്ച് മദർ മേരി, ലവ് യു. സങ്കീർത്തനം 138 3-ാം തിരുവചനം. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. നാം വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് കേട്ടത്. സാക്ഷ്യത്തിൻ്റെ നീളം കൂടി, പക്ഷേ കൃപാവരം അത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവരുടെ പ്രവാസികളുടെ ജീവിതത്തിലെ വലിയ വലിയ അത്ഭുതങ്ങളിൽ വലിയ ഒരു കൃപയുടെ കഥയാണ് നാം കേട്ടത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഇവർക്ക് PR നൽകിയതും ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയതും അതിനേക്കാളെല്ലാം ഉപരിയായി ഭിന്നശേഷിക്കാരായ ബധിരരും മൂകരുമായ ഈ 2 പേർക്കും 7 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കാൻ ഒരു ഉപാധിയായ ടിജിയും ഹസ്ബൻഡും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനൊക്കെ ഇവർ ചെയ്ത ഒരുപാട് പ്രയത്നങ്ങൾ, -30 ഡിഗ്രിയിൽ ഈശോയെ സ്നേഹിക്കാൻ ചെയ്ത വട്ട് എന്ന് പറയാം. ഇതൊക്കെ ഈശോയുടെ സ്നേഹത്തെ പ്രതി ഒരുപാട് കാര്യങ്ങളാണ് അവർ ചെയ്തത്. ഇവർ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് രജനി. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു അക്രൈസ്തവയാണ്. ഇതെൻ്റെ കുടുംബമാണ്. ഇതെൻ്റെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ, മകൾ ലക്ഷ്മി, മകൻ രൂപേഷ്, ഇതെൻ്റെ മകളുടെ ഭർത്താവ് ശരത്ത്. എനിക്ക് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ചും എൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാവിധ അനുഗ്രഹങ്ങളെയും കുറിച്ചും പറയുവാനാണ് എന്നെ അമ്മ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ആദ്യമായി എൻ്റെ മകന് രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ മകൻ്റെ പേര് രൂപേഷ്. അവന് അപസ്മാരത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് ജന്മന ഉള്ളതല്ല. കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരുമായിട്ട് 7 വയസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈപ്പ് തലയിലടിച്ചിട്ട് അങ്ങനെ വന്നതാണ്. ഏകദേശം 22 വയസ്സ് വരെ അവൻ ആ രോഗമുണ്ടായിരുന്നു. അത് അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ എൻ്റെ മകന് രോഗസൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു. അത് പറയുവാനാണെങ്കിൽ അമ്മയുടെ മുമ്പിൽ കൃതജ്ഞതാപൂർവ്വം അമ്മ എനിക്ക് തന്ന കൃപാ കടാക്ഷത്തെ ഓർത്ത് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അമ്മ മാതാവ് എൻ്റെ മകന് ചൊരിഞ്ഞു തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുവാൻ വാക്കുകളില്ല. ഇന്ന് എൻ്റെ മകൻ വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്നതാണ്. ഇപ്പോൾ ലീവിന് വന്നിട്ടുണ്ട്. വീണ്ടും വിദേശത്തേക്ക് പോകുവാനായിട്ട് നിൽക്കുന്നു. 22 വയസ്സ് വരെ രോഗപീഠ അനുഭവിച്ച എൻ്റെ മകന് സൗഖ്യം കൊടുത്ത അമ്മ മാതാവിനെ എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക. പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ മകളാണ്. അവിടുത്തെ മകളാണ് എന്നെ ഇവിടത്തേക്ക് ആദ്യമായി വിളിച്ച് കൊണ്ടുവന്നത് ഉടമ്പടി എടുക്കാനായിട്ട്. അതുമൂലം എന്നെ മാതാവിനെ അറിയുവാനും ഞാൻ അനേകം പേർക്ക് ഇവിടുത്തെ സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അമ്മയുടെ അനുഗ്രഹം നേടുവാനും ഞാൻ ഒരുപാട് പേർക്ക് സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ളൂ. അമ്മ മാതാവ്
ഇതാ എൻ്റെ ഈ മകൾക്കൊരു വിവാഹാലോചന വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5 പൈസ ഇല്ലായിരുന്നു അത് നടത്താനായിട്ട്. ഞാൻ വളരെയേറെ വിഷമിച്ചു. രണ്ടാമത്തെ പുതുക്കലിന് അമ്മയോട് വന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്നിരുന്നപ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് വഴി എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചു. അപ്പോൾ വീട്ടിൽ ചെന്ന് മറ്റുള്ളവരോട് എൻ്റെ വിഷയം അവതരിപ്പിച്ചു, എൻ്റെ സഹോദരങ്ങളോടും എല്ലാവരോടും. പിന്നെ കല്യാണ ലെറ്റർ അടിച്ച് ഒന്നും നോക്കിയില്ല, ഉള്ളതെല്ലാം എടുത്ത് കല്യാണ ലെറ്റർ അടിച്ച് ആദ്യമായിട്ട് കല്യാണ ലെറ്ററും കൊണ്ട് ഞാൻ ഇവിടെയാണ് വന്നത്. വരുന്ന വഴിക്ക് ബസ്സിൽ വെച്ച് ഞാൻ അമ്മയോട് കയറുന്ന സമയം തന്നെ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടു, അമ്മ മാതാവേ, എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് എനിക്ക് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. മറ്റുള്ളവരോട് അത് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട്. അമ്മ മാതാവേ, ഇത് എൻ്റെ ഈ മകളുടെ വിവാഹം മറ്റുള്ളവർ ഞാനിവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് എനിക്കുള്ള എല്ലാ ആൾക്കാരും എന്നെ കളിയാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ എനിക്ക് തലയുയർത്തി നിൽക്കണം. അമ്മ മാതാവിൻ്റെ മഹത്വം അവരിൽ കാണിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ അമ്മ മാതാവിനോട് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ബസ്സിലിരുന്ന് അമ്മയോട് കരഞ്ഞ് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എൻ്റെ മകളുടെ വിവാഹം ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ കാനായിലെ കല്യാണം പോലെ കുറവുകളെല്ലാം നിറവുകളാക്കി തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അതിനായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ അവിടെ എത്തുന്നതിന് മുന്നായിട്ട് എനിക്കൊരു അടയാളം അനുഗ്രഹിക്കണമേ എന്ന്. ഞാൻ ബസ്സിലിരുന്ന് ഇവിടെ എത്തുന്നതിന് മുന്നായിട്ട് ആകാശത്തൊരു മഴവില്ല് എനിക്ക് ദൃശ്യമായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു. അത് അദ്ദേഹം മൊബൈലിൽ പകർത്തി. പക്ഷേ ഇവിടെ വന്നിറങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് കൃപാസനത്തിൻ്റെ തൊട്ട് മേലെയാണെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന ഭക്തരെ വിളിച്ച് ഞാൻ കാണിച്ചു. അവർ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവരും കാണുന്നത്. ഞാനങ്ങനെ കയറി വന്ന് എൻ്റെ കയ്യിലിരുന്ന കല്യാണ ലെറ്റർ ഞാൻ കയറി വരുന്ന വഴിക്ക് ആ ഓഫീസിലൊക്കെ കൊണ്ടുപോയി. അവിടെ ഇരുന്ന് അദ്ദേഹത്തെ കാണിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അമ്മയുടെ ഒരു സീല് വേണമെന്നും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നും തരാൻ പറ്റില്ല, വേണമെങ്കിൽ ഞാൻ അമ്മ മാതാവിൻ്റെ വെഞ്ചരിച്ച സ്റ്റിക്കർ ഒട്ടിച്ച് തരാമെന്ന്. ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് അമ്മ മാതാവിൻ്റെ സീല് വേണം, എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹം പറഞ്ഞു, അത് സാധ്യമല്ല, അത് തരാൻ പറ്റത്തില്ലെന്ന്. എങ്കിലും അദ്ദേഹം അവിടെ കുറേ അന്വേഷിച്ചു, ആ സ്റ്റിക്കർ നോക്കാനായിട്ട് അവിടെ കുറേ തിരഞ്ഞു, കിട്ടിയില്ല. അവസാനം എൻ്റെ അമ്മ മാതാവ് ആ സ്റ്റിക്കർ അതിലടിച്ചു തരാൻ എന്നെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ കൃപയോടുകൂടെ ആ കല്യാണം കാനായിലെ കല്യാണം പോലെ കുറവുകളെല്ലാം നിറവുകളാക്കി തന്ന അമ്മ മാതാവും തിരുക്കുമാരനെ എന്നെ അനുഗ്രഹിച്ചു. ഫുഡായാലും മറ്റെല്ലാ കാര്യമായാലും ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ഫുഡ് അധികം വന്നു, വിചാരിച്ചതിലും കൂടുതൽ ആളുകൾ എത്തിപ്പെട്ടു. ആവശ്യത്തിലധികം തുക എനിക്ക് ലഭിച്ചു. സഹായിക്കാനുള്ളവരും ചോദിച്ച് സഹായം വേണോ എന്ന് ചോദിച്ച് എന്നെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബവും ഞാനും ഇൻ്റർകാസ്റ്റ് മാരേജാണ്. ഞാൻ അത് മിണ്ടും സഹകരിക്കുക എന്നുള്ളതല്ലാതെ കണ്ട് അതിനപ്പുറത്തോട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ കല്യാണം നടന്നതോടുകൂടി അതിനു മുമ്പം വരും എന്നുള്ളതെല്ലാം തങ്ങത്തില്ല, പോവും. അവർ പൂർണ്ണമായി സഹകരിക്കുകയും അപ്പം വീടിൻ്റെ പ്രമാണം എനിക്ക് തന്ന് എത്ര വേണമെങ്കിലും തുക എടുത്ത് ആവശ്യം നടത്തിക്കോളൂന്നും പറഞ്ഞ് അത് തന്ന് അത് അമ്മ മാതാവിൻ്റെ ഒരൊറ്റ കൃപയാണ് മാത്രമാണ്. പിന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടും. എല്ലാ സമയത്തും അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. ഞാനൊരു വീട്ടു ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ അവർ ഗൾഫിലാണ്. അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ബാത്റൂം ക്ലീൻ ചെയ്യുന്ന വേളയിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം റൂമിൽ പ്രാർത്ഥന ആ മുറിയിൽ മേശപ്പുറത്ത് മൊബൈൽ ഓണാക്കി വെച്ചിട്ട് ഞാൻ നിന്ന് ജോലി ചെയ്തു. ആ വേളയിൽ ബാത്റൂമിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തലയടിച്ച് വീണ്, ആരുമില്ല വീട്ടിൽ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കയറിയാലോ, പട്ടിയോ പൂച്ചയോ അതുകൊണ്ട് ഡോർ ക്ലോസ് ചെയ്തിട്ടാണ് ഞാൻ നിന്നത് അകത്ത മുറിയിൽ. അപ്പോൾ തല നല്ലതുപോലെ അടിച്ചാണ് വീണത്. വീണ വീഴ്ചയിൽ കൃപാസന മാതാവേ എന്നെ താങ്ങിക്കൊണ്ടേന്ന് മാത്രം ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം വീണ് തല ക്ലോസറ്റിൻ്റെ ഇതിലടിച്ച് അവിടുന്ന് മതിലടിച്ച് വന്ന് താഴെ അടിച്ച് നിന്നു. പക്ഷേ കുറച്ച് നേരം ഞാൻ അങ്ങനെ കിടന്നു. അമ്മ മാതാവേ എന്ന് 3 കാലം വിളിച്ചു.
പിന്നെ ഞാൻ അവിടുന്ന് ചാടി എണീറ്റു. എങ്ങനെയെന്നറിയില്ല, ഞാൻ ചാടി എണീറ്റു. എൻ്റെ വസ്ത്രം അപ്പാടെ നനഞ്ഞു. ഞാൻ പോയി ലോക്ക് എടുത്ത് പുറത്തിരുന്നു. അപ്പോഴത്തേക്കും അടുത്തുള്ളൊരു സ്ത്രീയെ വിളിച്ചു. അവർ വന്നു. ആ രജനി എന്ത് പറ്റി, വീണോ? ഞാൻ എൻ്റെ പുറത്ത് തടവി നോക്കി, വസ്ത്രമാകെ നനഞ്ഞിരിക്കുന്നു. തല വന്ന് തൊട്ട് നോക്കിയപ്പോൾ നല്ലതുപോലെ മുഴച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, രജനി പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ച് ആശുപത്രിയിൽ പോകാൻ. എനിക്ക് അപ്പോഴൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ ഉടമ്പടി എടുത്ത മകളാണ്, എന്നെ അമ്മ കാത്തോളും, ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ട്, അമ്മ സഹായിച്ചോളൂ എന്ന് പറഞ്ഞു. കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. വീണ്ടും ഞാൻ വന്ന് ബാക്കിയുള്ള പണിയും പൂർത്തിയാക്കി. അപ്പോഴേക്കും ഹസ്ബൻഡ് വന്നു, ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. വേണ്ട, അമ്മ മാതാവ് എന്നെ കാത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അപ്പോഴേക്കും ഒരു മുഴച്ച് കയറി നല്ലതുപോലെ തല. അപ്പം വീട്ടിൽ വന്നപ്പോൾ അടുത്തുള്ളവരും മക്കളും എല്ലാവരും പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയി കാണിക്ക്, സ്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വന്ന് ഉടമ്പടി തൈലം എടുത്ത് തലയിൽ തേച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ എന്നും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന മുടക്കാറില്ല. അത് ചെയ്യുന്ന വേളയിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കും. അതൊരു വിഷമവും ഇല്ല. അവരെന്നോടൊപ്പം ഒപ്പം ഇരുന്ന് അവരും പ്രാർത്ഥിക്കാറുണ്ട്. അതിന് എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും. ഇവിടെ വരാനുള്ളതായാലും ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്യുവാനായാലും ആഹാര സാധനം ഉണ്ടാക്കി കൊടുക്കുവാനായാലും എല്ലാവരും എന്നെ സഹായിക്കാറുണ്ട്. മക്കളായാലും ജീവിത പങ്കാളിയായാലും. പിന്നെ അങ്ങനെ ഞാനത് തലയിൽ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ തലയിൽ നിന്നുള്ള മുഴച്ച് നിന്ന ഭാഗം എല്ലാം നോർമലായി. കഴുത്ത് വേദനയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം മാറി. പിന്നെ എൻ്റെ മകളുടെ വിവാഹം ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ ഭംഗിയായി നടത്തി. എൻ്റെ ജീവിത പങ്കാളിക്ക് വിദേശത്ത് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പോയി, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു. പിന്നെ ഇനി ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം വേണം. അതിനു വേണ്ടി അമ്മയുടെ നിയോഗം വച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തി ചെയ്തിട്ടുള്ളത്, പിന്നെ ഞാൻ പത്രം വാങ്ങിച്ചു. എല്ലാ മാസവും മുടങ്ങാതെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്യും. അത് ആശുപത്രിയിലാണ് ഞാൻ കൂടുതൽ കൊടുക്കുക. അവരുടെ അടുത്ത് പ്രാർത്ഥിച്ച് കൊടുക്കും. അവർക്ക് മുട്ടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ കൊണ്ടുപോയി അവർക്ക് ആ മുട്ടിലൊക്കെ തേച്ചൊഴിക്കുക. ഒരു സ്ത്രീ പറയുകയുണ്ടായി, തേച്ച മാത്രയിൽ തന്നെ ഞാൻ സൗഖ്യം പ്രാപിച്ചെന്ന്. അതെനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ വചന വായന ഞാൻ മുടക്കാറില്ല. 91 സങ്കീർത്തനം, 51 സങ്കീർത്തനം, 121 സങ്കീർത്തനം, 143 സങ്കീർത്തനം, 28 സങ്കീർത്തനം, നിയമാവർത്തനം 28, ഇതെല്ലാം ഞാൻ വായിക്കാറുണ്ട്. പിന്നെ വളരെയേറെ വിഷമതകൾ അനുഭവിക്കുന്ന വേളയിൽ വചനം തുറന്ന് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് ഏശയ്യ 58 11 തിരുവചനം. മരുഭൂമിയിലും സമൃദ്ധി നേടും, യേശു നിന്നെ കരങ്ങളിൽ താങ്ങിക്കോളും, നീരുറവ പോലെയാകും നിൻ്റെ ജീവിതം എന്ന്. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ എൻ്റെ ജീവിതം സന്തോഷപൂർണ്ണമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. 139 സങ്കീർത്തനം 5 തിരുവചനം. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു, എനിക്ക് അപ്രാപ്യമാംവിധം ഇത് ഉന്നതമാണ്. ഇവിടെ രജനിയുടെയും കുടുംബത്തിൻ്റെയും മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. തൻ്റെ വളരെ സങ്കടങ്ങളുടെ ഒരു സമയത്ത്, വേറൊരു വഴിയുമില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സമയത്താണ് കൃപാസനം അമ്മയെക്കുറിച്ച് കേൾക്കുന്നതും ഈ ദേവാലയത്തിലേക്ക് കടന്നുവന്ന് ഈശോയെ പ്രാപിക്കുവാനുള്ള അതീവ തീക്ഷ്ണമായ ആഗ്രഹത്തോടെ, ഈശോയിൽ വിലയം പ്രാപിക്കണമെന്ന വലിയ ആഗ്രഹത്തോടെയാണ് ഇവിടെ രജനി വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു കൊടുത്തു എന്ന് ഈ അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയെ ലഭിച്ച ഉടനെ തന്നെ ഗബ്രിയേൽ മാലാഖ ആ വചനം കൊടുത്ത ഉടനെ തന്നെ വളരെ തീക്ഷ്ണതയോടുകൂടിയാണ് യൂദാ മലമ്പ്രദേശത്തേക്ക് പരിശുദ്ധ എലീശ പുണ്യവതിയെ ശുശ്രൂഷിക്കാനായി തിടുക്കത്തിൽ പോയി എന്നാണ് വചനം നമ്മോട് പറയുന്നത്. ഈ സഹോദരി ഈശോയെ സ്വീകരിച്ച ആ നിമിഷം മുതൽ വളരെ തിടുക്കമായിരുന്നു എപ്പോഴും സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാനും. അതിനിടയിൽ തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോഴും ഈശോയുടെ ദൈവികാനുഭവം ലഭിക്കുമ്പോഴുമെല്ലാം ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് സുഗന്ധാഭിഷേകമാണ്. ഒരു ദിവസം ഇങ്ങോട്ട് കൃപാസനത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ജീവിത പങ്കാളിയുമായുള്ള യാത്രയിൽ ഈ സഹോദരി കാണുകയായിരുന്നു. നല്ലൊരു മഴവില്ല് കണ്ടപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ആ മഴവില്ല് കണ്ടിന്യൂസ് ആയി കണ്ടുകൊണ്ടിരുന്നു. ഇവിടെ വന്ന് ബസ് ഇറങ്ങുന്നത് വരെ
കൃപാസനത്തിൽ എത്തുന്നതുവരെ ഈ സഹോദരി ആ മഴവില്ല് കണ്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന അടയാളങ്ങളാണിതെല്ലാമെന്ന് ഈ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മകളുടെ വിവാഹ സമയത്ത് വലിയൊരു പ്രാർത്ഥനയായിരുന്നു. എൻ്റെ മകളുടെ വിവാഹം കാനായിലെ വിവാഹം പോലെ ഈശോയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ നിറവുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഈ അമ്മ വാതോരാതെ ആ വിവാഹത്തെക്കുറിച്ച് പറയുകയായിരുന്നു. ഞങ്ങളുടെ കൽഭരണികളെല്ലാം എല്ലാ ഒഴിഞ്ഞ ജീവിതാവസ്ഥകളെല്ലാം പരിശുദ്ധ അമ്മ നിറവുകളാക്കി നൽകി വലിയ ഒരു വിവാഹ ആഘോഷം നടന്ന് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മാധ്യസ്ഥം അവരുടെ വിവാഹ ചടങ്ങിലുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ കൃപയാണ് ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും ക്ഷമ ലഭിക്കുവാനുള്ളൊരു കൃപ. തൻ്റെ ജീവിത പങ്കാളിയുടെ കുടുംബവുമായി അല്പം പിണക്കത്തിലായിരുന്ന അവസ്ഥയിൽ നിന്ന് അവരിപ്പോൾ ഒരു വിവാഹത്തിലൂടെ മകളുടെ വിവാഹത്തിലൂടെ വളരെ ആത്മീയമായ സ്നേഹത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയിലേക്ക് വരുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന ക്ഷമിക്കുന്ന സ്നേഹമാണ്. കുരിശിലെ ആ വലിയ സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം ഈശോ കാണിച്ചതിന് ശേഷമാണ് നമ്മോട് പ്രവർത്തിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ഈശോ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഇതൊരു പ്രവർത്തിക്കുന്ന പ്രാർത്ഥനയായതുകൊണ്ട് രജനിയുടെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും ഇന്ന് രജനി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വലിയൊരു സാക്ഷ്യം ഈ സഹോദരി ഏറ്റു പറയുന്നുണ്ട്. ബാത്റൂമിൽ തലയടിച്ച് വീണ് കഴിഞ്ഞപ്പോൾ വലിയ ഒരു മുഴ അവിടെ വന്നു. ഒരാഴ്ചത്തോളം തൈലം പൂശി മാത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ എന്നുള്ള ഒരു വിളിയിൽ തന്നെ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും ആശുപത്രിയിലൊന്നും പോകാതെ സംരക്ഷണം നൽകി ഈ സഹോദരിക്ക് ഉടമ്പടി ജീവിതത്തെ ഈ പ്രത്യക്ഷീകരണ സാക്ഷിയാകാൻ സാധിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവർ അല്ലെങ്കിൽ ഈ കൃപാസനത്തിലേക്ക് കടന്നു വരുമ്പോഴും ഇവിടെ നിന്ന് പോകുമ്പോഴും പലരും പറയാറുണ്ട്, ഞങ്ങൾ അപകടത്തിലേർപ്പെട്ടു, പക്ഷേ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല, ഞങ്ങൾക്ക് ഇവിടുത്തെ മാധ്യസ്ഥം മാത്രമാണ് ഞങ്ങൾക്ക് സഹായമായിരുന്നതെന്ന്. പരിശുദ്ധ അമ്മയെ സാത്താന് വളരെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ്. കാരണം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എന്താണ് നമ്മെ മാറ്റി നിർത്തുന്നത്? പരിശുദ്ധ അമ്മയാണ് നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായി മധ്യസ്ഥം അപേക്ഷിക്കുന്നത്. നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. നന്ദിയുടെ ജീവിതം നമുക്ക് നയിച്ചുകൊണ്ടിരിക്കാം. രജനിക്കും കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. സ്തുതിയായിരിക്കട്ടെ. ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിയിലെ മരുതൂക്കുളങ്ങര ഇടവകയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിന് അമ്മയോടും ഈശോയോടും 1000 നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ ഈ മോളാണ്. മോളെ പ്രസവിച്ച് മോളുടെ ജ്ഞാനസ്നാനത്തിൻ്റെ അന്ന് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു, കുഞ്ഞിന് G6PD എന്ന ജനിതക രോഗമാണ്. അപ്പം നിങ്ങൾ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റുകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ ജ്ഞാനസ്നാനത്തിൻ്റെ അന്നാണ് ഇതറിയുന്നത്. ചേട്ടൻ്റെ കുഞ്ഞിൻ്റെയും മോളുടെയും ജ്ഞാനസ്നാനം ഒരേ ദിവസമായിരുന്നു. അപ്പോൾ അന്നത്തെ സന്തോഷമെല്ലാം അതോടെ തീർന്നു. ഞങ്ങളാകെ എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. രാത്രിയിൽ ഉറങ്ങിയില്ല. രാത്രിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി നല്ല രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ തന്നെയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പം അമ്മ പറഞ്ഞു, മോളെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, നമുക്ക് അവിടുത്തെ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലാം, കുഞ്ഞിന് അവിടുത്തെ നേർച്ച വസ്തുക്കൾ തേച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതുവരെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു പള്ളിയുടെ കാര്യവും കൃപാസനത്തെക്കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അമ്മയുടെ ചേച്ചിമാർ തന്ന നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങളിവിടുന്ന് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം പോകുന്ന അത്രയും സമയവും ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കുഞ്ഞിൻ്റെ കാറിലിരുന്നുകൊണ്ട് എല്ലാ പ്രാർത്ഥനയും ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും എല്ലാം പ്രാർത്ഥിച്ച് കുഞ്ഞിനെ അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടർമാർ കണ്ടപ്പോൾ ഡോക്ടേഴ്സ് ആദ്യം പറഞ്ഞത്, കുഞ്ഞിന് വലിയ കുഴപ്പമൊന്നും കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ, നമുക്കൊന്നുകൂടി റീടെസ്റ്റ് ചെയ്യാം, നമുക്ക് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു ഡേറ്റ് തന്നു. ആ ഡേറ്റിന് ഞങ്ങൾ പോയി റീടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് വന്നപ്പം കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല.
ഞങ്ങൾ ആ റിസൾട്ട് കൊണ്ടുവന്ന് കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിൽ കൊടുത്തപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കും ഇത് യാതൊരു വിശ്വാസവും വന്നില്ല. അവർ തുടർച്ചയായി കുഞ്ഞിൻ്റെ 3 വയസ്സ് വരെയും കുഞ്ഞിനെ വിളിച്ചുകൊണ്ടേയിരുന്നു, ഞങ്ങളെ ചോദിച്ചുകൊണ്ടേയിരുന്നു, കുഞ്ഞെങ്ങനെയാണ്, നടക്കുമോ, കുഞ്ഞ് സംസാരിക്കുന്നുണ്ടോ, കുഞ്ഞ് ഫുഡ് കഴിക്കുന്നുണ്ടോ, കുഞ്ഞ് സ്റ്റെപ്പ് കയറുന്നുണ്ടോ എന്നിങ്ങനെ തുടർച്ചയായി അവർ വിളിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിനൊരു കുഴപ്പവുമില്ലല്ലോ, പിന്നെ എന്താ നിങ്ങൾ വിളിക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസം വന്നില്ല, സ്ക്രീനിങ് ടെസ്റ്റുകളൊന്നും അങ്ങനെ തെറ്റാറില്ല, അപ്പം ഞങ്ങൾ നേരിട്ട് വന്ന് കുഞ്ഞിനെ കണ്ടാലേ ഞങ്ങൾക്ക് ബോധ്യം വരുത്തോളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് വന്ന് ഡോക്ടേഴ്സ് വന്ന് കുഞ്ഞിനെ കണ്ടിട്ട് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞിട്ടാണ് അവർ പിന്നെ വിശ്വസിച്ചത്. പിന്നെ കുഞ്ഞ് ജനിച്ച സമയത്ത് മോളുടെ കാലയിൽ ഈ കാലിൻ്റെ കണ്ണ് ഇങ്ങനെ അകത്തോട്ട് കുഴിഞ്ഞ് കാൽപാദം ഇങ്ങനെ വളഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അന്നും ഞങ്ങളിങ്ങനെ മാതാവിൻ്റെ ഉപ്പും തേനും ഒക്കെ പുരട്ടി മോളുടെ കാലിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പെട്ടെന്ന് മാറുകയുണ്ടായി. അപ്പം എൻ്റെ അമ്മ നേർന്നായിരുന്നു കുഞ്ഞിനെ ഇവിടുത്തെ അൾത്താരയിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ സമർപ്പിക്കാമെന്ന് നേർന്നായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്കിവിടെ വരാനോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനോ കഴിഞ്ഞില്ല. കൊറോണയുടെ സമയമായിരുന്നു. കൊറോണ നല്ല രീതിയിൽ മൂർച്ഛിച്ച് നിന്ന സമയമായിരുന്നു. അപ്പം ഞങ്ങളത് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. അങ്ങനെ മോൾക്ക് 1 വയസ്സായ സമയത്ത് എനിക്ക് യൂറിക് ആസിഡ് കൂടിയിട്ട് എൻ്റെ എല്ലാ ജോയിൻറ്റിലും, എൻ്റെ ബോഡിയിൽ ഫുൾ ജോയിൻറ്റിലും ഇങ്ങനെ ക്രിസ്റ്റൽ അടിഞ്ഞിട്ട് അതിഭയങ്കരമായ വേദന. എനിക്ക് രാവിലെ എഴുന്നേൽക്കാനോ കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാനോ പറ്റത്തില്ല. എൻ്റെ വിരലുകളൊന്നും ഇങ്ങനെ നൂരത്തില്ല. ക്രിസ്റ്റൽ അടിഞ്ഞു കൂടിയിട്ട് വിരലെല്ലാം ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ മാറി മാറി കുറേ മരുന്ന് കഴിച്ചു, ആയുർവേദം കഴിച്ചു, ഹോമിയോ കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന് എല്ലാം ഇങ്ങനെ മാറി മാറി കഴിക്കുകയായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് മരുന്നിൻ്റെ വേദനയുടെ ഗുളിക ഇങ്ങനെ മാറി മാറി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇത് മാറാൻ കുറച്ച് താമസമുണ്ട്, നീ ഗുളിക കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം, എന്നെ നീ സഹായിക്കണം, എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ എൻ്റെ കുഞ്ഞിനൊന്ന് ആഹാരം കൊടുക്കാനോ എങ്കിലും എനിക്കൊന്ന് കഴിയണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ക്രിസ്റ്റലൊന്നും പോയിട്ടില്ലായിരുന്നു. ആ ക്രിസ്റ്റലെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ എനിക്ക് വേദന മാറി, എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറിനും വലിയ അത്ഭുതമായിരുന്നു. ആ ക്രിസ്റ്റലെല്ലാം അങ്ങനെ തന്നെ വീങ്ങിയിരിക്കുവാണ്, പക്ഷേ വേദനയ്ക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇനി ഞാൻ മരുന്ന് കഴിക്കത്തില്ല, എൻ്റെ ക്രിസ്റ്റൽ എൻ്റെ മാതാവ് എനിക്ക് മാറ്റി തന്നോളും. തനിയെ പഴയ കണക്ക് തന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തനിയെ അത് കുറഞ്ഞു വരികയായിരുന്നു ചെയ്തത്. അങ്ങനെ ഞാൻ 2023 സെപ്റ്റംബറിൽ ഞാൻ കൃപാസനം പള്ളിയിൽ ആദ്യമായിട്ട് വന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് കരുതി ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് തിരികെ പോവുകയാണ് ചെയ്തത്. പക്ഷെ തിരിച്ചു പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി, ഉടമ്പടി എടുക്കണമായിരുന്നു എന്നുള്ളൊരു തോന്നലായി. അങ്ങനെ ഞാൻ 2023 ഒക്ടോബർ മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പം എൻ്റെ ആത്മീയ ജീവിതത്തിലായാൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടി. എനിക്ക് അമിതമായി ദേഷ്യം വരുന്നൊരു സ്വഭാവമായിരുന്നു. ആ ദേഷ്യമൊക്കെ കുറഞ്ഞു കിട്ടി. എനിക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ ഉള്ളൊരു കൃപ എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ വീട് പഴയ ഒരു വീടാണ്. അപ്പോൾ വീട്ടിൽ ഓടിൻ്റെ സീലിങ്ങിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തേനീച്ചകൾ, വലിയ തേനീച്ചകൾ വന്ന് ഇങ്ങനെ കൂട് കൂട്ടിയിട്ട് സന്ധ്യ ആകുമ്പോൾ നമുക്ക് ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. ലൈറ്റിൻ്റെ വെട്ടം കണ്ടാൽ തേനീച്ചകൾ വന്നിട്ട് കുഞ്ഞിനെ കടിക്കും, എല്ലാവരെയും കുത്തുകയാണ് ചെയ്തത്. കുത്തിയിട്ട് അതിൻ്റെ ആ മുള്ള് തറച്ച് കയറിയിട്ട് അതിഭയങ്കരമായ വേദനയാണ്. അപ്പം ഞങ്ങൾ സ്പ്രേ ഒക്കെ അടിച്ചിട്ടും പോകുന്നില്ല. അപ്പം ഞങ്ങൾ ഒരു ദിവസം രാത്രിയിൽ ഉപ്പ് ഇങ്ങനെ വിതറി അവിടെ ഇട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് പിറ്റേന്ന് വന്ന് നോക്കുമ്പോൾ ഒരു കടന്തൽ പോലും അവിടെ ഇല്ലായിരുന്നു. അപ്പം അതോടെ ഞങ്ങൾ നല്ല രീതിയിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനും ഉടമ്പടിയിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാനും ശ്രമിച്ചു. പിന്നെ മോൾക്ക് ഫുഡ് അലർജി ഉണ്ടായിരുന്നു. എന്ത് ഫുഡ് കൊടുത്താലും മോൾക്ക് ഫുഡ് അലർജി ആയിരുന്നു. ഒരു ആഹാരവും കൊടുക്കാക്കത്തില്ല. കഞ്ഞിയും ചോറും മാത്രമല്ലാതെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ ഒരു നട്ട്സോ അങ്ങനെ ഒന്നും കൊടുക്കാക്കത്തില്ല. എന്ത് കൊടുത്താലും മോൾക്ക് ദേഹം ഫുള്ള് ചൊറിഞ്ഞ് തണുക്കുന്ന ഒരു അസുഖമായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുറേ നാളെടുക്കും ഇത് മാറാൻ, എന്തായാലും മരുന്ന് കഴിക്കണ്ട, ഇത് ഫുഡ് കൺട്രോൾ ചെയ്ത് മാറ്റാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഫുഡൊന്നും കൺട്രോൾ ചെയ്തില്ല. ഞാൻ ഇവിടുത്തെ കൃപാസനത്തിൽ ഉപ്പിട്ട് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ ഉപ്പിട്ട് മോൾക്ക് എല്ലാ ഫുഡും കൊടുത്തുകൊണ്ടേയിരുന്നു. വളരെ ഒരാഴ്ച കൊണ്ട് എനിക്ക് തോന്നുന്നു ആ അലർജി പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. പിന്നെ
ഞങ്ങൾക്ക് വീട് പണിക്ക് 38 കൊല്ലം പഴക്കമുള്ള ഹസ്ബൻഡിൻ്റെ കുടുംബ വീടായിരുന്നു. അപ്പം വീട് പണിയണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്ലാൻ വരച്ചിട്ട് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. താഴത്തെ റൂമിൻ്റെ മാത്രം പ്ലാന് ഞങ്ങൾ വരച്ച് സാക്ഷ്യം മേടിച്ചോളായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് മുകളിലെ റൂമിൻ്റെയും കൂടെ പ്ലാൻ വരച്ച് കൊണ്ടുവരാം, മാതാവ് അത് സാധിച്ചു തരും. ഞങ്ങൾക്ക് വീട് പണി തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ 7 ലക്ഷം രൂപയേ ഉള്ളൂ. ഞങ്ങളിവിടെ വന്ന് മാതാവിനെ കണ്ട് അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ കാശ് രൂപം കല്ല് ഇടുന്നിടത്തിടണം, ഡിസംബർ 27-ാം തീയതി ഈ കല്ലിടുന്ന കർമ്മം നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡിസംബർ 27-ന് തന്നെ കല്ലിട്ടു. അച്ഛൻ പ്രാർത്ഥിച്ച് തന്ന കാശ് രൂപവും അതിലിട്ട് അതിനുശേഷം അച്ഛൻ പറഞ്ഞത് 6 മാസം കൊണ്ട് നിങ്ങളുടെ വീട് പണി കഴിയുമെന്നാണ്. പക്ഷേ എനിക്ക് 5 മാസം കൊണ്ട് എൻ്റെ വീട് പണി 1300 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണി 5 മാസം കൊണ്ട് മാതാവ് പൂർണ്ണമായിട്ടും തീർത്തു തന്നു. പിന്നെ ഞങ്ങൾക്കൊരു വർക്ക്ഷോപ്പുണ്ട് വെൽഡിങ്ങിൻ്റെ. അപ്പം വർക്ക്ഷോപ്പിൽ വർക്ക് കുറയുന്ന സമയത്ത് ഞാനിങ്ങനെ ഉപ്പ് അവിടെ വിതറിയിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു. ഞങ്ങൾ വർക്ക്ഷോപ്പിൽ വർക്ക് കുറയുന്ന സമയത്ത് പ്രാർത്ഥിക്കും. അപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് നല്ല വർക്ക് ലഭിക്കുകയും ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വർക്കെല്ലാം നല്ലപോലെ നടക്കുകയും ചെയ്തിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടുത്തെ പത്രം അവിടെ കൊല്ലത്ത് തുയ്യമ്പള്ളിയിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കുകയും അവിടെ ഡിസ്ട്രിക്ട് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിതരണം ചെയ്ത് കൊടുക്കുകയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും കൃപാസനം മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ അടുത്തൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി വാടകയ്ക്ക് വന്നതാണ്. അപ്പം അമ്മച്ചിക്ക് ആഹാരമൊന്നും വെച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പം അമ്മച്ചിക്കൊരു കൊച്ചുമോൾ കൂടെ ഉണ്ടായിരുന്ന മോള് ദൂരെ ജോലിക്ക് പോകുമായിരുന്നു. അപ്പം അമ്മച്ചിക്ക് വേണ്ടുന്ന ആഹാരമെല്ലാം ഞാൻ വെച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ എന്നെ കഴിയുന്ന എല്ലാ സഹായവും പാവപ്പെട്ടവർക്ക് ഞാൻ ചെയ്ത് നൽകുമായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ചങ്ങനാശ്ശേരി കുറിച്ചി സെൻറ്റ് ജോസഫ് ശാന്തിഗിരി പള്ളിയിലെ ഇടവക്കാരിയാണ്. എൻ്റെ പേര് മോളമ്മ തോമസ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് CJ തോമസ്. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നത് എൻ്റെ ഭർത്താവ് കഴിഞ്ഞ ജൂലൈ 4-ാം തീയതി രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കാൻ മേലായിരുന്നു. എന്ത് കാരണമാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി NSSൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കാണിച്ചു. അപ്പോൾ പുള്ളി ഒട്ടും നടക്കത്തില്ല, കാലിന് എന്തോ നല്ല ഭാരമായിരുന്നു പറഞ്ഞു. അപ്പം നടക്കാൻ മേലാതെ ഞാനും എൻ്റെ മോളും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മോൾ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ നിന്ന് അവളെ വിളിച്ചു വരുത്തി ഞാനും കൂടെ 3 പേരും കൂടെയാണ് NSS ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി അവിടെ കാണിച്ച് വീൽ ചെയറിലായിരുന്നു ഇവിടെ നിന്ന് കൊണ്ടുപോയത് തന്നെ. അങ്ങനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ആണ്, അതിൻ്റെ ഞരമ്പിനകത്ത് നെർവ് പോലെ ഉണ്ടായി നീര് വെച്ചിരിക്കുവാണ്, അതുകൊണ്ട് നിങ്ങളിവിടെ അഡ്മിറ്റാകാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ ഒരാഴ്ചയോളം ഞങ്ങൾ അവിടെ അഡ്മിറ്റായി കിടന്നു. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കി, കാലിൻ്റെ വല്ല പ്രശ്നമാണോ നോക്കിയിട്ടും അതൊന്നും അല്ലായിരുന്നു. പിന്നെ അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഡിസ്കിൻ്റെ നെർവിന് നീരാണെന്നും അത് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് 25,000 രൂപയാണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് തന്നെ. അപ്പം ഞാൻ ഒരാഴ്ചയോളം അവിടെ കിടന്നപ്പോൾ തന്നെ 45,000 രൂപയോളം ഞങ്ങൾക്കായി. ഞങ്ങൾക്കൊരു മോളേ ഉള്ളൂ. ആ മോളും ഞാനും കൂടിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കിയതും ആവശ്യമായ മരുന്നുകളൊക്കെ കൊടുക്കാൻ ഈ മോളായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഞങ്ങൾ ആ ആഴ്ചയെ കിടന്നെങ്കിലും എൻ്റെ ഭർത്താവിന് ഒരു കുറവും ഉണ്ടായില്ല. അവിടുന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ആശുപത്രിയിൽ വെച്ച് തന്നെ തലയിൽ 3 കിലോയും കാലിൽ 4 കിലോ വെയിറ്റ് ഇട്ട് കിടക്കുമായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ അങ്ങനെ 2 മാസത്തോളവും കിടന്നു. അങ്ങനെ കിടന്നിട്ടും എൻ്റെ ഭർത്താവിന് ഒരു കുറവും ഉണ്ടായില്ല, നടക്കാൻ സാധിക്കുന്നുമില്ല. അപ്പം പുള്ളിക്കാരന് ഭയങ്കര വിഷമമായി. പുള്ളിക്കാരൻ ഒരു കോൺട്രാക്റ്റ് വർക്ക് എടുത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ പുള്ളിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് പുള്ളി ടെൻഷനായപ്പോൾ തലയെല്ലാം അങ്ങ് നീര് വെച്ചിട്ട് CT സ്കാൻ ചെയ്തപ്പം സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ പുള്ളിക്ക് ഭീതി കൊണ്ടാകുന്നു അങ്ങനെ ഉണ്ടായെന്ന് ഡോക്ടർ പറഞ്ഞു. അവിടുന്ന് ഡോക്ടർ വീണ്ടും ഞങ്ങളെ അവിടെ അഡ്മിറ്റാക്കി ഒന്നുകൂടെ നോക്കി എല്ലാം കഴിഞ്ഞ് വിട്ടു കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു.
ഞാൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് പിന്നെ കാണിച്ച് ഫിസിയോതെറാപ്പി 2 മാസം ചെയ്തു. 1 മാസത്തോളവും വീട്ടിലെ വെയിറ്റിട്ട് കിടന്നു, എന്നിട്ടും നടക്കുന്നില്ല. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ 200 മണി ജപമാല ചൊല്ലും, ഞങ്ങൾ പള്ളിയിൽ പോകുകയൊക്കെ ചെയ്യും, ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരന് പള്ളിയിൽ വരാൻ ഭയങ്കര മടിയായിരുന്നു. എന്നാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഒക്ടോബർ 1-ാം തീയതിയാണ് ഞാൻ 9 ദിവസം നോയമ്പെടുത്തതിൻ്റെ ഫലമായിട്ട് 10-ാം ദിവസം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ജോലിക്കൊന്നും പോയില്ലേലും എനിക്ക് കുഴപ്പമില്ല, കാരണം എൻ്റെ ഭർത്താവിനെ ഒന്ന് നടത്തി തന്നാൽ മാത്രം മതി, ഞങ്ങൾ എന്നും പള്ളിയിൽ പൊക്കോളാം. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ആഴ്ചയിൽ ഞങ്ങൾ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ എഴുതി വെച്ച എല്ലാ നിയോഗങ്ങൾക്കും അമ്മ മാതാവ് എനിക്ക് ഉത്തരം തന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ സാക്ഷ്യം പറയുന്ന അടുത്ത നിയോഗം ഇതായിരുന്നു. എൻ്റെ ചങ്ങനാശ്ശേരി ഹർബൻ ബാങ്കിലെ ഒരു ലോൺ ഉണ്ടായിരുന്നു. അത് 2004 എടുത്തതാണ്. ആ 2004 എടുത്ത ലോണ് 21 വർഷമായിട്ടും എനിക്ക് അടച്ചു തീർക്കുവാൻ സാധിച്ചില്ല. എന്താണെന്നറിയില്ല. ഓരോ വർഷവും ഞാൻ പലിശ അടയ്ക്കും, മുതലും അടയ്ക്കും. അങ്ങനെ ഹർബൻ ബാങ്കുകാർക്ക് തന്നെ ലക്ഷങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നിയോഗം എഴുതി, എൻ്റെ മാതാവേ, എൻ്റെ ഈശോയെ, എനിക്ക് ഈ ഹർബൻ ബാങ്കിലെ ലോണിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിച്ചു തരണം. ഞാൻ എത്ര വർഷമായി മാതാവേ ഞാൻ ഈ ലോണിന് വേണ്ടി ഈ അടയ്ക്കാൻ തുടങ്ങിയിട്ട്, എന്നെക്കൊണ്ട് ഇനി ഒരു നിവൃത്തിയില്ല. ഭർത്താവിന് ജോലിയില്ല, മോള് റിസൈൻ ചെയ്തിഞ്ഞു വന്നു. ഞങ്ങൾക്കൊരു മോളെ ഉള്ളതുകൊണ്ട് അവൾ വേണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഇരിക്കുക. എനിക്കറിയില്ല ആരോടാണ് പറയണ്ടേ. ഈ കഴിഞ്ഞു പോയ മാർച്ച് 30-ാം തീയതിക്കകം ഞങ്ങൾ ഈ ലോൺ അടയ്ക്കണമെന്ന് ഹർബൻ ബാങ്കിലെ മാനേജർ വന്ന് പറഞ്ഞ്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഈ കാശുരൂപവും ഈ കൊന്തയും കൈ പിടിച്ചുകൊണ്ട് എന്തും പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയും തന്നെ രാത്രി 2 മണിക്ക് ഞാൻ എഴുന്നേക്കും, അലാറം വെച്ച്. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കിരുന്നങ്ങ് പ്രാർത്ഥിക്കുക, ഇതിനൊരു വഴി കാണിച്ചു തരണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ ഒരു കൂട്ടുകാരി ഗൾഫിലുണ്ട്, പുള്ളിയോട് ഞാനത് പറഞ്ഞു. പറഞ്ഞപ്പോൾ വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്തു, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് പറഞ്ഞ്, ഞാൻ നോക്കട്ടെ മോളമ്മേ, അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. ആ പുള്ളി പേര് പറയാൻ മേലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ആ പുള്ളിക്കാരി USA-ലുള്ള ഒരു കൂട്ടുകാരിയെ വിവരം അറിയിച്ച്. അവരെ വിവരം അറിയിച്ചപ്പം ആ പുള്ളിക്കാരത്തി വേറൊരു കൂട്ടുകാരിയോട് പറഞ്ഞു. അങ്ങനെ 3 പേരോട് പറഞ്ഞ് ആ 3-ാമത്തെ ആൾ വേറൊരാളെ കണ്ട് സംസാരിച്ചപ്പോഴേ അവർ പറഞ്ഞ ഇതായിരുന്നു, എനിക്കൊരു നിയോഗമുണ്ട്, ഞാൻ ആരെയെങ്കിലും സഹായിക്കാനായിട്ട്, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണമാണ്, അതിനു മുമ്പേ എനിക്കൊരു നിയോഗമുണ്ട്. എന്നെ സഹായിച്ച വ്യക്തി കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത മകളാണ്. അവർ ഭാര്യയും ഭർത്താവും USA-ലാണ്. അവരാണ് എന്നെ സഹായിച്ചത്. 1,63,000 രൂപ എനിക്ക് പലിശയൊക്കെ കൂട്ടിയുള്ള കടമായിരുന്നു. അത് വീട്ടാനായിട്ട് അവരെനിക്ക് പൈസ തന്ന്, എൻ്റെ പൈസ തന്ന് ഞാൻ രാത്രി 2 മണിക്ക് പ്രാർത്ഥിച്ച് ഒരു 2:45 ആയപ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരത്തിക്ക് കൊടുത്തായിരുന്നു. ആ കൂട്ടുകാരി എൻ്റെ അക്കൗണ്ടിന് അവർക്ക് പാസ് ചെയ്ത് കൊടുത്തു. അവരെൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ ഹർബൻ ബാങ്കിലെ പൈസ മുഴുവനും അടയ്ക്കാൻ തക്കവണ്ണം കർത്താവും മാതാവും എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു തന്നു. അങ്ങനെ എൻ്റെ ഹർബൻ ബാങ്കിലെ ലോണ് 21 വർഷമായിട്ട് അടച്ചു തീർക്കാൻ മേലാത്ത അവസ്ഥയിൽ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ലോൺ അടച്ചു തീർക്കുവാൻ അവർ തന്നു. അങ്ങനെ എൻ്റെ കടങ്ങൾ തീർന്നു. പിന്നെ ഞാൻ അവർക്ക് വേണ്ടി ഈ ലോൺ എടുത്ത ആധാരം വാട്സപ്പിൽ അയച്ചു കൊടുക്കണമായിരുന്നു. നമ്മളത് ചെയ്തോ ഇല്ലയോ എന്നൊരു രേഖ വേണ്ടേ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാനത് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണമൊക്കെ ആയി, ഉറപ്പിച്ചു. വിവാഹത്തിന് സമ്മാനമായിട്ട് അവർ 70,000 രൂപ എനിക്ക് പിന്നെ അയച്ചു തന്നു. അങ്ങനെ അവരുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു. ഞങ്ങളെ സഹായിച്ചതൊക്കെ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സഹായിച്ച ഒത്തിരി മക്കളുണ്ട്, അവരെയൊക്കെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഈ രാത്രിയുടെ യാമങ്ങളിലാണ് എൻ്റെ പ്രാർത്ഥന. കാരണം പകൽ ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ അയൽവക്കത്തുള്ളവർ വരും, അല്ലെങ്കിൽ ഗസ്റ്റുകൾ ആരെങ്കിലും വരും. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ രാത്രിയിൽ ഇപ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മോടെ കല്യാണം ഒരു ലോൺ പോലും ഇല്ലാതാണ്. ഞാൻ ആധാരമെടുത്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ സന്നിധി കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, മാതാവേ, എൻ്റെ ഈശോയെ, 21 വർഷം ഇത് ബാങ്കിൽ ഇരുന്നതല്ലേ, ഇനിയും
ഈ ലോൺ എടുക്കുവാൻ എന്നെ സമ്മതിക്കരുത്. എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തിന് എനിക്ക് കല്യാണത്തിന് നടത്താൻ ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ല. കാരണം എനിക്ക് വലിയ വീടൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്, കാറുണ്ട്. ആരെങ്കിലും സഹായിക്കുമോ? ഇല്ല. കാരണം എൻ്റെ ഭർത്താവ് വീണുപോയി. അപ്പോൾ പിന്നെ ഞങ്ങളെ സഹായിക്കാൻ അമ്മ മാതാവും ഈശോയും മാത്രമേ ഉള്ളൂ. അവർ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് മോടെ കല്യാണവും നടന്നു. ലോൺ എടുക്കാതെ തന്നെ കല്യാണം മംഗളകരമായി നടത്തി തന്നു. എൻ്റെ അമ്മ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എന്നെ സഹായിച്ചു തന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവർ ഉടമ്പടി എടുത്ത മക്കളുമാണ്. അവരെല്ലാവരും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മ മാതാവിന് 1000 നന്ദി. ഈ പ്രപഞ്ചത്തിലുള്ള തന്മാത്രകളുടെ എണ്ണത്തെക്കാളും ഞാൻ ദൈവത്തിനും അമ്മ മാതാവിനും നന്ദി അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയുടെ വകയായിട്ട് ഒരു ജീവൻ ജ്യോതി ഒരു ആശ്രയമുണ്ട്. അവിടെ ഞാൻ എല്ലാ മാസവും ഫുഡ് കൊടുക്കും. കൊച്ചിൻ്റെ കല്യാണത്തിനും നമ്മൾ വിരുന്നുകാർക്ക് കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവിടെ 35 പേരുണ്ട്. അവർക്കുള്ള ഫുഡ് ഞാൻ ആദ്യം കൊടുക്കും. പിന്നെ എല്ലാ മാസവും അവർക്ക് ഫുഡ് കൊടുക്കും. 4 മണിക്കത്തുള്ള കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ പത്രം എല്ലാ മാസവും ഇവിടെ വന്ന് വാങ്ങിക്കും. വാങ്ങിച്ചതിന് ശേഷം ഞാൻ പള്ളിയിൽ കയറി അവിടെ കൊടുക്കത്തില്ല. ഞാൻ നടന്നു പോകും. നടന്നു പോയിട്ട് വഴികളിൽ വരുന്നവരെല്ലാവരെയും വിളിച്ച് എൻ്റെ സാക്ഷ്യം പറയും, പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങളുടെ അയൽവക്കത്തൊക്കെ ഉള്ളവരെ സഹായിക്കും. എളിയ സഹായങ്ങളെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ നാമത്തിലും ഈശോയുടെ നാമത്തിലും ചെയ്യും. ദൈവനാമത്തിന് എപ്പോഴും മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ആലീസ്. ഞാൻ എരമല്ലൂർ സെൻറ്റ് ജൂഡ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഓഗസ്റ്റ് 15 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 1.5 വർഷമായിരുന്നു. എൻ്റെ ഓവറിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് വളരെ ചെറിയ ഒരു സിസ്റ്റാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് ഹോർമോൺ ബാലൻസിൻ്റെ പ്രശ്നങ്ങളുമാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ 5 മാസത്തോളം മരുന്നുകളൊക്കെ കഴിച്ചു. എപ്പോഴും സ്കാൻ ചെയ്യുമ്പോഴും ഈ സിസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. താനേ പോകുമെന്ന് പറഞ്ഞിട്ടും സിസ്റ്റ് പോകുന്നുണ്ടായില്ല. അപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇനി എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വരും, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു സങ്കടമായി. ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞതിൽ നിന്ന് പെട്ടെന്ന് ഭയങ്കര ഒരു പ്രശ്നത്തിലേക്ക് മാറുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഉടമ്പടി ചെന്ന് എടുക്കുക, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ടാണ് ഹോസ്പിറ്റലിൽ, പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ് 15 ഉടമ്പടി എടുത്തു. പിന്നെ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൊക്കെ തുടർന്നു. ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നത് സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയെല്ലാം ചെയ്തു. അതിനുശേഷം ഞങ്ങളിവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ ചെന്ന് എല്ലാ ചെക്കപ്പും ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്, ഓവറിൽ ഒരു സിസ്റ്റം ഇല്ലല്ലോ, എല്ലാം ക്ലിയറാണ്, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, നിങ്ങളെന്തായാലും ഈ മാസം കൂടി നോക്കൂ, എന്നിട്ട് നമുക്ക് ബാക്കി ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. സെപ്റ്റംബർ 27 എനിക്കൊരു പോസിറ്റീവായ റിസൾട്ട് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. സെപ്റ്റംബർ 26 ആയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴേക്കും എനിക്ക് പോസിറ്റീവായി. ഞാൻ ഹോസ്പിറ്റലിലും പോയില്ല, മരുന്നും ഒന്നും കഴിച്ചിട്ടില്ല. എന്തുകൊണ്ടോ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞ ആ ദിവസം തന്നെ മാതാവ് എനിക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു. അതിന് മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. പ്രഗ്നൻസി ടൈമിൽ വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1 മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. എങ്കിലും എനിക്കൊരു കുഴപ്പമുണ്ടാകാതെ നോർമൽ ഡെലിവറിയിൽ തന്നെ കുഞ്ഞിനെ ലഭിച്ചു. ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് ആൺകുഞ്ഞായാലും കുഴപ്പമില്ല, പെൺകുഞ്ഞായാലും കുഴപ്പമില്ല, ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. പക്ഷേ എല്ലാവരും എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് ആൺകുഞ്ഞായിരിക്കുമോ എന്ന് എല്ലാവരും ഉറപ്പിച്ച് പറഞ്ഞു. മാതാവിനോട് ഞാൻ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, പെൺകുഞ്ഞാണെങ്കിൽ മാതാവിൻ്റെ പേരിടും, ബാക്കിയെല്ലാം മാതാവിൻ്റെ ഇഷ്ടത്തോടെ തന്നാൽ മതി എന്നേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അപ്പോഴേക്കും എനിക്ക് മാതാവിൻ്റെ പേരിടാനായിരിക്കാം മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെയാണ് തന്നത്. കുഞ്ഞിൻ്റെ പേര് ഹയാ മറിയം. അങ്ങനെ മാതാവിന് ഈശോയ്ക്കും കുഞ്ഞിനെ തന്നതിന് വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ ഈ സിസ്റ്റ് മറ്റൊരു മരുന്നും കഴിച്ചിട്ട് തന്നെയല്ല മാറിയത്. ഈശോയുടെ അനുഗ്രഹത്താലും മാതാവിൻ്റെ അനുഗ്രഹത്താലുമാണ് എനിക്കതിന് സാധിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. എൻ്റെ അടുത്ത സാക്ഷ്യം, ഞാൻ ബിടെക് പാസ്സായി. 2018 പാസ്സായത്.
ജോലികളൊക്കെ കുറേ നോക്കി, പക്ഷെ ഒന്നും റെഡിയാവുന്നുണ്ടായില്ല. പിന്നെ PSC പരീക്ഷയ്ക്ക് പോയി, PSC ടെസ്റ്റുകൾക്ക് കോച്ചിങ്ങുകൾക്ക് പോയി. ടെസ്റ്റുകളൊക്കെ കുറേ ചെയ്തു, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അതിന് റിസൾട്ടുകളൊന്നും വരുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി ഓഗസ്റ്റ് 15 എടുത്തു. 16 എനിക്കൊരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു. ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നത്. അങ്ങനെ എനിക്ക് PSCയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് ലഭിച്ചു. അതിനുശേഷം ഈ 2023 എനിക്ക് 2022 തന്നെ എനിക്ക് സെപ്റ്റംബർ 1 സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കുറേ നാൾ ആഗ്രഹിച്ചൊരു ജോലിയാണ്, എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. മാതാവ് അത് സാധിച്ചു തന്നു. പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ അച്ഛൻ്റെ അനിയൻ ഓസ്ട്രേലിയയിലാണ്. അച്ഛനാണ്, എൻ്റെ ചിറ്റപ്പൻ അച്ഛനായിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ എൻ്റെ കല്യാണത്തിന് വരാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയ്ക്ക് എന്തായാലും വരണമെന്ന് അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ PR അവിടുന്ന് ലഭിക്കുന്നുണ്ടായില്ല, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ വരാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്കാകെ വിഷമമായി. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ തല തൊടാനിരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൻറ്റിയാണ്. അപ്പം ആൻറ്റിക്ക് അപ്പോഴേക്കും പുറത്തേക്കൊരു ജോലി റെഡിയാവുകയും ചെയ്തു. സെപ്റ്റംബറിൽ ആൻറ്റിക്ക് പോകണം, അച്ഛന് വരാനും പറ്റുന്നില്ല. എനിക്ക് ഇവർ രണ്ടും ഇല്ലാതെ ഒരു ചടങ്ങ് നടത്തുന്നത് സങ്കല്പിക്കാനും പറ്റുന്നുണ്ടായില്ല. ആകെ സങ്കടത്തിലായി. ഞാൻ അപ്പോഴേക്കും മാതാവിനോട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. 2-ാം തീയതി റിക്വസ്റ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, നല്ലോണം കരഞ്ഞ് തന്നെ പ്രാർത്ഥിച്ചു. എനിക്ക് 2 പേരും എന്തായാലും വരണം, 2 പേരെയും കൂട്ടിയിട്ട് ഈ ചടങ്ങ് നടത്താൻ മാതാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. 7-ന് അച്ഛൻ വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ റിക്വസ്റ്റ് ഇട്ടത്. 2-ാം തീയതി റിക്വസ്റ്റ് ഇട്ടു. അപ്പോഴേക്കും 3-ാം തീയതി ആയപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ച് റെഡി ആയിട്ടുണ്ട്, PR ഓക്കെ ആയിട്ടുണ്ട്. എന്ന് വരുമെന്നുള്ളത് അറിയില്ല, ഞാൻ PR റെഡി ആയിട്ടുണ്ട്, എന്തായാലും ഉടനെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിക്വസ്റ്റ് ഇട്ട് 7-ാം തീയതി തന്നെ അച്ഛനെ ഇവിടെ വരാൻ സാധിച്ചു. തീർച്ചയായിട്ടും അത് മാതാവ്, എല്ലാവരും പറയില്ലേ സഞ്ചാരി മാതാവ്, ഇത്രയും ദൂരെയുള്ള എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ ഞാൻ ഓർത്തില്ല എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു തരുമെന്ന്. എന്തായാലും മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. അച്ഛനും ആൻറ്റിക്കും പങ്കെടുക്കാൻ പറ്റി, ചടങ്ങ് നല്ല രീതിയിൽ നടത്താനും സാധിച്ചു. ഇതായിരുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. പിന്നെ ഞാൻ ഒരു സാക്ഷ്യപ്പെടുത്താത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു 1.25 പവൻ്റെ ഒരു മാല ഒരു ചേച്ചി വാങ്ങി പണയം വെച്ചിരുന്നു. പക്ഷേ അവരത് തിരിച്ച് ചോദിച്ചിട്ട് ഇവർ കൊടുക്കുന്നുണ്ടായില്ല. അവസാനം കേസിന് പോയി. കേസ് കൊടുത്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല, ഇവർ തിരിച്ച് തരുന്നുണ്ടായില്ല. 5 വർഷത്തോളം കഴിഞ്ഞു. ഇവരപ്പോൾ മതിയായി, ഇവർ നടന്ന് വിഷമിച്ചു, ഇനി ഇത് കിട്ടത്തില്ല ഞങ്ങൾക്ക് എന്നുള്ള രീതിയിലേക്ക് അത് ഉപേക്ഷിച്ചു. അമ്മയ്ക്കൊക്കെ ആകെ സങ്കടമായി, വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു മാലയായിരുന്നു. അപ്പോൾ എനിക്കൊരു സങ്കടമായി. ഞാനപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്തായാലും അസാധ്യ കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്ന മാതാവല്ലേ, എനിക്കൊന്ന് സാധിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ മാല ഒന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല എനിക്ക് മാതാവ് സാധിച്ചു തരുമെന്ന്. ഈ കഴിഞ്ഞ ജനുവരി 1-ന് മാതാവ് എനിക്ക് ആ ചേച്ചി അതേ മാല തന്നെ, ആ ബാങ്കിൽ നിന്ന് ആ മാല പോയി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ ആ മാല തന്നെ ആ ചേച്ചി അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ന്യൂ ഇയറിനായി ഒരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് മാതാവ് തന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിയിട്ട് ഓട്ടോ സ്റ്റാൻഡുകളിൽ ചേട്ടന്മാർക്കും ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ കുറേ പേര് വേണ്ടാന്നൊക്കെ പറയുമായിരുന്നു, പിന്നെ ചിലർ ചോദിച്ചൊക്കെ വാങ്ങാൻ തുടങ്ങി. പിന്നെ ഞാൻ നമുക്ക് സുഖമില്ല, അങ്ങനെ വൃക്കരോഗികൾ, അങ്ങനെ ഓരോ രോഗികളൊക്കെ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു. പിന്നെ ആരെങ്കിലും നമ്മളോട് സഹായമൊക്കെ ചോദിച്ചു വരുമ്പോൾ എല്ലാവരെയും സഹായിക്കും. പിന്നെ പ്രാർത്ഥനാ ജീവിതവും ബൈബിൾ വായിക്കാൻ തുടങ്ങി. അധികം ബൈബിളൊക്കെ നേരത്തെ വായിക്കും, ഒരു ചെറുതായിട്ടൊക്കെ വായിക്കുള്ളായിരുന്നെങ്കിലും നല്ലോണം ഇപ്പോൾ ബൈബിൾ വായിക്കാൻ അതൊരു ശീലം ആയി, അത് മുടക്കാൻ പറ്റാത്തൊരു ശീലമായി ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിലും ആത്മീയമായി കൂടുതൽ വളരുവാനായിട്ട് സാധിച്ചു, കൂടുതൽ അടുക്കാൻ, ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഈ പരിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ ഭർത്താവിനെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സൗമ്യ മനോജ്. ഞാൻ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. 15/8
2022. അതിനുശേഷം ഞാൻ വിദേശത്തായിരുന്നതിനാൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് 22/8/2022 തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി. അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി ജീവിതം നയിക്കുകയാണ്. 15/8/2023 ഞാൻ നാട്ടിൽ വരികയും തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഈ ഉടമ്പടി കാലയളവിൽ ഞങ്ങൾക്ക് കിട്ടിയ അത്ഭുതകരമായൊരു രോഗസൗഖ്യമാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡിന് ഷുഗറിൻ്റെ അസുഖമുണ്ട്. 2 മാസം ആയിട്ട് മരുന്ന് കഴിച്ച് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരുപാട് കാലങ്ങൾ മരുന്ന് കഴിച്ചവർക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് ഹസ്ബൻഡിന് വന്നത്. സെല്ലുലൈറ്റിസ് എന്ന് പറയും. അത് 2024 പെട്ടെന്ന് കാലിന് ചുമപ്പ് വരികയും ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ചെയ്തു. കാണിച്ചപ്പം ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ മതി, ഒരാഴ്ച റെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും കാലിൽ കുമിള വരുന്നു. കുമിള വന്ന് ഞാൻ കാണുന്ന രാത്രിയാണ്. ഞാനിവിടെയില്ല, ഞാൻ അന്നേരം ജോലി സ്ഥലത്താണ്, ഗൾഫിലാണ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിൽ തോന്നുവാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് പോകാൻ. രാത്രി തന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെ വണ്ടി ഓടിച്ച് മെഡിക്കൽ കോളേജിൽ ചെന്നു. ആ സമയം കൊണ്ട് എൻ്റെ അമ്മച്ചി വീട്ടിൽ നിന്ന് അങ്ങോട്ട് വന്നു, കുറവലിങ്ങാട്ട് നിന്ന്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കാല് കണ്ടപ്പോൾ തന്നെ ഡോക്ടേഴ്സ് ചോദിക്കുന്നു, നിങ്ങൾ ഡ്രൈവ് ചെയ്താണോ വന്നത്, പെട്ടെന്ന് കയറി കിടക്കാനാണ് പറയുന്നത്. അമ്മയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവർ പറയുന്നത് കാലിൽ സെല്ലുലൈറ്റിസ് ആണ്, അത് ഇൻഫെക്ഷനൊക്കെ മുകളിലോട്ട് കയറുവാണ്, കാലിൻ്റെ താഴ്ഭാഗം ചെത്തിക്കളയേണ്ടതായിട്ട് വരും. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്, മാക്സിമം ശ്രമിക്കും, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അമ്മ കൺസെൻറ്റ് ഒപ്പിട്ട് കൊടുത്തു. ഇവിടുത്തെ 12 മണി എന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ ജോലി സ്ഥലത്ത് 9:30 സമയമാണ്. കാലിൻ്റെ അവസ്ഥ കണ്ടു. ഞാൻ ആ സമയം മുട്ടുകുത്തി, ഞാൻ ഉടമ്പടിയിലാണ്. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഈ ഒരവസ്ഥ തരണം ചെയ്യാൻ ഞങ്ങൾക്ക് ബലം തരണേ. എൻ്റെ ഹസ്ബൻഡിനെ തിയേറ്ററിൽ കയറ്റി, മൈൻ റോറ്റിയിലായിരുന്നു. അവർ ലോക്കൽ അനസ്തേഷ്യ കൊടുത്തു. അതിന് ശേഷം കാലിൻ്റെ 2 സൈഡിലും അസ്ഥി വരെ കീറി വിട്ടു. അത് ആ ഒരു സമയത്ത് ഞാൻ ആ പ്രൊസീജിയർ കഴിഞ്ഞ് ഇറങ്ങുന്ന 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ ഞാൻ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചു. അമ്മ പുറത്ത് ഉടമ്പടി കാശുരൂപമായിട്ട് നിന്നും പ്രാർത്ഥിച്ചു. ചേട്ടന് അവർ കീറി വിട്ട് വേദന എടുക്കുന്നുണ്ട്, പക്ഷേ അമ്മയെന്ന് പോലും ഒന്ന് വിളിക്കാനുള്ളൊരു ഇത് വന്നില്ല. ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് ആ ഒരു വേദനയെ സഹിക്കാൻ എനിക്ക് തരണം ചെയ്യാനുള്ള കഴിവ് തരണേന്ന് എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കടന്നു. അവിടുന്ന് ഞങ്ങളെ ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾ കാല് ചെത്തി വിട്ടിട്ടില്ല, കീറി വിടുകയാണ് ചെയ്തത്. പക്ഷേ അടുത്തുള്ള ചെറിയ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യണം. എസെപ്റ്റിക് ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് വെച്ചാൽ ഏറ്റവും വൃത്തിയായിട്ട് കാല് പരിപാലിക്കണം, എന്നും ഡെയിലി ഡ്രസ്സിങ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ നാട്ടിലുള്ള ലോക്കൽ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. അന്നേ ദിവസം കാല് കെട്ടി വെച്ചിട്ടുണ്ട്. അവിടുത്തെ സിസ്റ്റർമാരൊക്കെ വിചാരിച്ചു, ഇവരെന്തിനായി മെഡിക്കൽ കോളേജിൽ ഇത്രയും വലിയ കെട്ടി വിട്ടെന്ന് അവർ വിചാരിച്ചു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഹസ്ബൻഡിനോട് ഡ്രസ്സിങ് റൂമിലേക്ക് നടന്നു ചെല്ലാൻ അവർ പറഞ്ഞു. പിറ്റേ ദിവസം കാലിൽ സോപ്പിട്ട് കഴുകണം മുറിവ്. ചെന്ന് കഴിഞ്ഞ് മുറിവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേഴ്സുമാർ 4 വശം ഓടുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാല് അവർക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ഡ്രസ്സിങ് അവർ കണ്ടിട്ടില്ല. അവർക്ക് അവരുടെ റൂമിലുള്ള ഡ്രസ്സിങ്ങിൻ്റെ മെറ്റീരിയൽസ് മുഴുവൻ എടുത്തിട്ടും തികയുന്നില്ല. അങ്ങനെ അന്ന് മുതൽ 1.5 മാസം അവിടെ ആശുപത്രി കിടന്നു, ഡെയിലി ഡ്രസ്സിങ് ചെയ്തു. അന്ന് അത്രയും വേദനയിലും എൻ്റെ ഭർത്താവ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, ഞങ്ങളും മുടക്കിയിട്ടില്ല. ആ കാലുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ചൊല്ലുമായിരുന്നു. അങ്ങനെ അമ്മ ബലം തന്നു. 4 മാസം എടുത്തു ഞങ്ങൾക്ക് ആ കാലായിട്ട് തന്നെ തിരിച്ചു തന്നു അമ്മ ഈശോയും. ഒരുപാട് നന്ദി പറയുകയാണ്. ചെത്തിക്കളയെന്ന് പറഞ്ഞ കാലമാണ്. എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവറാണ്. ഞങ്ങളുടെ ഉപജീവനമാർഗം വണ്ടി ഓടിക്കുന്നതാണ്. ഇനി അത് പറ്റുമെന്ന് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് ഞങ്ങൾ ചിന്തിച്ചായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. അതിനുശേഷം ഈ ഉടമ്പടി പാലിച്ച് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒരു മരുന്നുകളൊന്നും അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് 23 വർഷത്തോളമായിട്ട് എൻ്റെ ആർത്തവം ക്രമമല്ലായിരുന്നു. കുറേ കാലമൊക്കെ മരുന്ന് കഴിച്ചു. അതിനുശേഷം ഞാനത് അവോയ്ഡ് ചെയ്തു. ചിലപ്പോൾ 2 മാസം കൂടും വരും, ചിലപ്പോൾ 3 മാസം കൂടും വരും, ചിലപ്പോൾ നിൽക്കാതെ വരുമ്പോൾ ഞാൻ പോയി മരുന്ന് മേടിച്ച് കഴിക്കും, പിന്നെ ഞാൻ നിർത്തും. പക്ഷേ ഈ ഉടമ്പടി എടുത്തു. ഞാനങ്ങനെ പ്രത്യേക നിയോഗം വെച്ചില്ല. പക്ഷേ എങ്കിൽ ഇന്ന് ഈ നിമിഷം വരെ കൃത്യം 28ാമത്തെ ദിവസം എനിക്ക് ആർത്തവമുണ്ട്. അങ്ങനെ ഒരനുഗ്രഹം എനിക്ക് കിട്ടി. അതോടൊപ്പം തന്നെ എനിക്ക് 2021 ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 11 വർഷമായി. ആദ്യം 2 വർഷം കഴിഞ്ഞപ്പോൾ ഒന്ന് പ്രഗ്നൻ്റ് ആയി, അത് അബോർഷനായി. അതിനുശേഷം 2020 ഞാൻ പ്രഗ്നൻ്റ് ആയതാണ്. 2021 മാർച്ചിൽ 6.5 മാസത്തിൽ എനിക്ക് വെള്ളം പൊട്ടിപ്പോയി. അങ്ങനെ ആശുപത്രി ചെന്ന് ഞാൻ പ്രസവിച്ചു. എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ അഡ്മിറ്റായിരുന്നു. 23ാമത്തെ ദിവസം അവൻ ഫീഡ് ആസ്പിരേറ്റ് ആയിപ്പോയി. സിസ്റ്റർമാർ പാല് കൊടുത്താണ്, കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ നെഞ്ചിൽ കെട്ടി എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. അതിനുശേഷം
അന്ന് മുതലേ എനിക്ക് പൈൽസിൻ്റെ അസുഖമുണ്ട്. ഞാനൊരു ഭ്രാന്തിയെ പോലെ ആയിപ്പോയി. എനിക്ക് ഈ 23 ദിവസം ഞാൻ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം എൻ്റെ ബ്രസ്റ്റെല്ലാം പഴുത്ത് 3 പ്രാവശ്യം കീറേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞാൻ മരുന്നൊന്നും എനിക്ക് കഴിക്കാൻ മേല, പൈൽസിൻ്റെ മരുന്നും കഴിക്കാൻ മേല. അതുകൊണ്ട് ഞാൻ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നീ ഈ അവസരത്തിൽ ഇങ്ങനെ പോയാൽ നിനക്ക് വട്ട് പിടിക്കും, നീ ജോലിക്ക് പോ. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി ബോംബെയിലുള്ളത് എൻ്റെ ഷൈജ എന്ന് പറയുന്ന സുഹൃത്ത്, അവൾ ടിക്കറ്റ് എടുത്ത് തന്നെ ഫ്ലൈറ്റിന് കയറ്റി എന്നെ ബോംബെക്ക് കൊണ്ടുപോയി. 2 മാസം അവൾ എന്നെ പരിചരിച്ചു. അതിനുശേഷം ഞാൻ 2 മാസം ബോംബെ വർക്ക് ചെയ്തുള്ളൂ. അതിനുശേഷം എനിക്ക് ഗൾഫിൽ പോകാനൊരു അവസരം കിട്ടി. ഞാൻ അങ്ങനെ പോയി. അപ്പം ഈ കൃപാസനത്തിൽ വരുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറയും സീറോ മൈനസ് എന്ന് പറഞ്ഞാൽ അതിലും താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ്. ഉണ്ടെന്ന് പറയാനായിട്ട് കുറേ കടം മാത്രം. പക്ഷേ എനിക്ക് വരുമാനമുണ്ട്, ഏറെക്കുറെ 1 ലക്ഷം രൂപ സാലറി ഉണ്ട്. പക്ഷേ അത് എന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കാരണം കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണം. സാലറി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകും? വീടില്ല, സ്ഥലമില്ല, ഞങ്ങൾക്ക് കുഞ്ഞില്ല, ഇല്ലായ്മകൾ മാത്രം. പക്ഷേ എനിക്കതിൽ പ്രയാസമൊന്നുമില്ലായിരുന്നു. ദൈവം എനിക്ക് വിധിച്ചിട്ടുള്ളത് എന്താണോ അത് തരും, അത് മതി എന്നൊരു തീരുമാനം എടുത്ത് ഞാൻ ജോലിക്ക് പോയി. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി വെച്ചപ്പം അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ ജീവിതം എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇതൊന്ന് ക്രമീകരിച്ചതാ, എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ബാക്കി നിയോഗങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു. അവരാരും ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല, അതുകൊണ്ട് ഞാൻ അത് പിന്നീട് പറയാം, അവരെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെ ഞാൻ 2022 തന്നെ ചേട്ടൻ്റെ ആദ്യ ഉടമ്പടി കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരു വസ്തു വാങ്ങാനായിട്ടുള്ള അവസരം കിട്ടി. ആ എഗ്രിമെൻറ്റ് വെച്ചിട്ടും ഞങ്ങളാകെ 25,000 രൂപ കൊടുത്ത് എഗ്രിമെൻറ്റ് ചെയ്തു. 9 ലക്ഷം രൂപ വേണം വസ്തു തീരാക്കണമെങ്കിൽ. ഞങ്ങളുടെ പൈസയില്ല. ഞങ്ങൾ 6 മാസത്തെ എഗ്രിമെൻറ്റ് ആണ് നോട്ടീസ് പീരീഡ് കൊടുത്തത്. അപ്പോൾ ഇതെങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന് അറിയില്ല. അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ജപമാല ചൊല്ലും, ഞാൻ അഖണ്ഡ ജപമാല ഡെയിലി എത്തിക്കും. ചേട്ടന് ജപമാലയോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല, ഞങ്ങൾ ഹിന്ദുസാണ്. പുള്ളി യൂട്യൂബിൽ നോക്കി ജപമാലയൊക്കെ വരച്ച് ഓരോ മണിയിലും എന്താ ചൊല്ലണ്ടേന്നൊക്കെ എഴുതിയെടുത്ത് പഠിച്ച് അങ്ങനെ പുള്ളിയും ചൊല്ലും, ഞാനും ചൊല്ലും. അങ്ങനെ ഞങ്ങൾ ഈ വസ്തു എഗ്രിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ 5 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചായിരുന്നു, അമ്മ ഇടനിലക്കാർക്കൊന്നും കൊടുക്കാൻ ഞങ്ങളുടെ പൈസയില്ല, അപ്പം അമ്മ തന്നെ ഇടനില നിൽക്കണം ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ നേരിട്ടൊരു വ്യക്തി ഞങ്ങളോട് പറഞ്ഞു, ഇന്നടത്തൊരു കുറച്ച് സ്ഥലമുണ്ട്, നിങ്ങൾ നേരിട്ട് ചെന്ന് ചോദിച്ചാൽ അത് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ചെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ ചേട്ടൻ പോകുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, തിരി കത്തിച്ച് വെച്ചാൽ ഓരോ വഴിയും പോകുമ്പോൾ ഞാനിവിടെ എനിക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് 2 തിരിയും കത്തിച്ച് വെച്ച് ഈ വിഷയത്തെ വെച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയോട് ഇങ്ങനെ വർത്തമാനം പറയുന്നാലും പറഞ്ഞു, അമ്മേ 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, ഇന്നേ കാലത്ത് ഒരു കിണറൊക്കെ കുത്തണമെങ്കിൽ ഒരുപാട് പൈസയാകും, ഇനി അതിനകത്ത് കിണറിന് സ്ഥാനമില്ല, വെള്ളവും കിട്ടിയല്ല. ഇങ്ങനെ പറഞ്ഞേച്ച് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുകയാണ്, എടി ആ സ്ഥലത്തൊരു കിണറും കൂടെ ഉണ്ട്, 8.5 സെൻറ്റ് സ്ഥലം എടുക്കുകയാണെങ്കിൽ അവർ കിണറോട് കൂടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി കിണർ അമ്മ വാങ്ങിച്ചു തരുന്നതാണ്. 40 വർഷത്തോളമായിട്ട് ആ പരിസരത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വെള്ളം കൊടുക്കുന്നൊരു കിണറാണ്. അങ്ങനെ ഞങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്തു. പിന്നെ 6 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് എഗ്രിമെൻറ്റ് തീരണമെങ്കിൽ പൈസ വേണം, പൈസ ഞങ്ങളുടെ കയ്യിലില്ല. വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ പൈസ എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ട് നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്, ജപമാല റാലിക്ക് മുൻപ് എഴുതണം, അതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ 2 ചിട്ടി ഞങ്ങൾക്ക് മുടങ്ങിപ്പോയായിരുന്നു. 20ഓളം തവണകൾ മുടങ്ങിയ ചിട്ടിയാണ്. 2 ലക്ഷത്തിൻ്റെ വീതം 2 ചിട്ടി. അതെനിക്കറിയത്തില്ല, ഞാനത് രണ്ടും അത്രയും ദിവസത്തെ തവണകൾ അടച്ചു തീർത്തു. തലേ മാസവും പിറ്റേ മാസമായിട്ട് ഞങ്ങൾക്ക് ആ ചിട്ടി പിടിച്ചു തന്നു. ഞങ്ങൾക്ക് വേറെയും പൈസ ഞങ്ങൾക്ക് വ്യക്തികളിൽ നിന്നൊക്കെ അറേഞ്ച് ചെയ്തു തന്നു. ഞങ്ങൾ വസ്തു എഗ്രിമെൻറ്റ് ചെയ്തു ജപമാല റാലിയുടെ തലേ ദിവസം. അതിനുശേഷം വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അച്ഛനിവിടെ ധ്യാനത്തിലും എല്ലാം പറയാനുണ്ട്, നിങ്ങൾ നിയോഗം വെച്ചാൽ അത് പിന്നെ അതേക്കുറിച്ച് ഓർക്കണ്ട, അത് അമ്മയ്ക്ക് വിശ്വസിക്കും, അങ്ങ് വിട്ടുകൊടുത്തേര്. അതുകൊണ്ട് പിന്നെ എനിക്ക് നിയോഗങ്ങളില്ലാണ്ടായി. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മറ്റുള്ളവരുടെ വേദന എൻ്റെ വേദനയായി. അപ്പോൾ ചേട്ടൻ ചോദിക്കുമ്പോൾ നീ നിയോഗം വയ്ക്കുന്നു, ഞാൻ പറയും എന്തിനാ നിയോഗം, അത് ദൈവത്തിന് കൊടുത്ത കാര്യമല്ലേ, അവർ നോക്കിക്കോളും. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് വീടാണ്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഈ ജപമാല റാലി ചേട്ടൻ പങ്കെടുത്തായിരുന്നു. ഞാൻ ജപമാല റാലിയുടെ സമയത്ത് ഇവിടെ ജപമാല റാലി നടക്കുന്ന സമയത്ത് രാത്രി ഞാൻ അവിടെ ജപമാല ചൊല്ലും. ഞാൻ 5 മണിക്കൂറൊക്കെ ജപമാല ചൊല്ലുമായിരുന്നു. അങ്ങനെ ആ വർഷത്തെ ജപമാല റാലി കഴിഞ്ഞു. പിന്നെ പിറ്റേ വർഷത്തെ ജപമാല റാലി വരെ ഞങ്ങൾ ഉടമ്പടിയിൽ ഉടനടി അനുഗ്രഹം എന്നാണെങ്കിലും ഞങ്ങൾ ഉടനടി നടത്തിത്തരാൻ പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം ആ സമയത്ത് പ്രളയം വന്നു, ഒരുപാട് ഭവനങ്ങളുള്ളവർക്ക് ഭവനരഹിതരായി, ഒരുപാട് വയനാട്ടിലാണേലും ഒത്തിരി നല്ല നല്ല വീടുകളുള്ളവർക്ക് വീടുകളില്ലാണ്ടായി. അപ്പം പിന്നെ വീടില്ലാത്തൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഈശോയുടെ അമ്മയുടെയും തീരുമാനം പോലെ ചെയ്തു തരാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു.
അങ്ങനെ ഈ 2024 ജപമാല റാലിക്ക് മുൻപ് ഞങ്ങളുടെ വീടിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞു. അത് അച്ഛനെ വന്ന് ചേട്ടൻ കണ്ടായിരുന്നു വീടിന് വേണ്ടിയിട്ട് പ്ലാനുമായിട്ട്. ഞങ്ങൾ രണ്ട് നില വീടിൻ്റെ പ്ലാനുമായിട്ടാണ് അച്ഛനെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. പക്ഷേ ഈ ചേട്ടൻ ഈ കാലിൻ്റെ വയ്യാഴിക വന്ന സമയത്ത് ഞങ്ങളുടെ അമ്മയ്ക്ക് അസുഖമായി, ലിവർ സിറോസിസ് ആയിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ അങ്ങ് ചേട്ടൻ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. എൻ്റെ അമ്മയാണ് ചേട്ടൻ്റെ കൂടെ നിൽക്കുന്നത്. വീട്ടിൽ എൻ്റെ ആങ്ങളെയും ഭാര്യയും 2 പൊടി കുഞ്ഞുങ്ങളും ഉള്ളൂ. അവൾ 3 നേരം ആഹാരം ഉണ്ടാക്കി കൊടുത്തു വിടും, ചേട്ടൻ്റെ വസ്ത്രങ്ങളെല്ലാം കഴുകും. അപ്പോൾ അങ്ങനെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോയി നോക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അപ്പോൾ ചേട്ടൻ പോകുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടിരുന്നാണ്. പക്ഷേ പെട്ടെന്ന് ഡൗണായി. പിന്നെ ഈ കാല് വയ്യാതെ തന്നെ തിരിച്ച് ചെന്ന് ആശുപത്രിയിൽ എത്തിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ 5 ദിവസം കിടന്നു. ലിവർ സിറോസിസ് എൻഡ് സ്റ്റേജാണ്, ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഏകദേശം 50 മീറ്ററോളം ദൂരെ പോകണം. അപ്പം ഞാൻ എനിക്ക് മാത്രമേ ആ സമയത്ത് വരുമാനമുള്ളൂ. അതുകൊണ്ട് അമ്മയെ വന്ന് നോക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞങ്ങൾ നോക്കാൻ ആളെ വെച്ചു. അങ്ങനെ 15 ലാസ്റ്റായപ്പോൾ അമ്മ കൈയും കാലുകളും അനങ്ങാണ്ടായി. 15 ദിവസത്തിന് അമ്മ ഡൗണായി. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നോക്കാൻ പുള്ളിക്ക് കാലിന് വയ്യ. എനിക്ക് അവിടുന്ന് വരാത്ത അവസ്ഥ. അഡ്വാൻസ് സാലറിയൊക്കെ മേടിച്ച് ഞാൻ ഇവരുടെ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിച്ചു. പാലിയേറ്റീവ് കെയറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വിശന്നാലും അമ്മ പറഞ്ഞാലും അവർ കൊടുത്താലല്ലേ കൊടുക്കുകയുള്ളൂ, അന്നേരം കൊടുക്കുകയല്ലോ. അതുപോലെ മലവും മൂത്രം പാസ് ചെയ്ത് കിടന്നാലും അവർ ക്ലീൻ ചെയ്യുന്ന സമയത്തല്ലേ കിടത്തുള്ളൂ. അതുകൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ മാർഗ്ഗമില്ലെങ്കിൽ അമ്മ ഈശോയെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള കടമ ചെയ്യാൻ ശരിക്കും എനിക്ക് സാധിച്ചില്ല. അപ്പോൾ പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാണ്, കാരുണ്യ പ്രവൃത്തി ചെയ്യുവാനാണ് സ്വന്തം അമ്മയോടുള്ള കടമ. അപ്പം ഞങ്ങളങ്ങനെ സത്യം പറഞ്ഞാൽ ആരുമില്ല ഞങ്ങളെ ഒന്ന് സഹായിക്കാനായിട്ട്. ഒരുപാട് ഞങ്ങൾ വാടക വീട് അന്വേഷിച്ചു, ആളെയും കൂടെ നിർത്തി അമ്മയെ നോക്കാനായിട്ട്. പക്ഷേ കിടപ്പ് രോഗിക്ക് ആരും വീട് തരികയില്ല. കാരണം അവിടെ കിടന്ന് മരിച്ചു പോയാൽ പിന്നെ അവർക്ക് ആർക്കും വീട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അന്ന് മുതൽ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഒരു മുറിയും ഒരു ടോയ്ലറ്റും ഒരു അടുക്കളയും തരണം. അത് ഞാൻ മസ്റ്റായിട്ടും പ്രാർത്ഥിച്ചു. പക്ഷേ 15 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി. എനിക്ക് വരാനൊന്നും പറ്റില്ല. കാരണം ഞാൻ അഡ്വാൻസ് സാലറി എല്ലാം മേടിച്ചാണ് അതുവരെ പുള്ളിയുടെ കാര്യവും അമ്മയുടെ കാര്യമൊക്കെ നടത്തിയത്. അങ്ങനെ അമ്മയുടെ ചടങ്ങുകളെല്ലാം നടത്തി 16 ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഞങ്ങൾക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. 1 മാസം കൊണ്ട് ഞങ്ങൾ സ്ട്രക്ചർ ചെയ്തു. അതിനുശേഷം കയ്യിലെ പൈസ തീർന്നു. ഞങ്ങൾ ക്ഷമയോടുകൂടി പ്രാർത്ഥിച്ചു 5 മാസം. അപ്പോൾ ഞാൻ വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് മെയ്യിലാണ്. അപ്പം അങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മേ മെയ്യിൽ വരുന്നതിന് മുമ്പ് മാറണം ഞങ്ങൾക്ക് അവിടുന്ന്. അതിപ്പം കംപ്ലീറ്റ് ചെയ്താണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു മുറിയും ഒരാക്കി തന്നാൽ മതി, അങ്ങനെ പ്രാർത്ഥിച്ചുള്ളൂ. പിന്നെ ഒന്ന് പറഞ്ഞിരുന്നു, ഇതിന് വരുന്നതിന് മുമ്പ് പെരുപണി തീർന്നു വരികയാണെങ്കിൽ താക്കോലുമായിട്ട് ഇവിടെ വന്ന് അമ്മയെ കാണിച്ചിട്ടേ കയറി താമസം നടത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കറിയത്തില്ല എങ്ങനെയാണോ ഞങ്ങളുടെ വീട് എല്ലാ പണികളും തീർന്ന ഒരു കൊച്ചു ഭവനം, സ്വർഗീയ ഭവനം, കൃപാഭവൻ എന്നാണ് ഞങ്ങൾ പേരിട്ടേക്കുന്നത്. അമ്മയുടെ ഫോട്ടോ മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ. വരുന്നവരെല്ലാം ചോദിക്കും, ഞങ്ങൾ ഹിന്ദുസ് ആയതുകൊണ്ട് ഇതെന്താ മാതാവിൻ്റെ ഫോട്ടോ വെച്ചേക്കുന്നത്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും, അത് മാതാവ് തന്ന വീടായതുകൊണ്ട് മാതാവിൻ്റെ ഫോട്ടോയെ വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഈ 16-ാം തീയതി കയറി താമസം നടത്തി. പിന്നെ ഇന്നിപ്പം പെട്ടെന്ന് വരാനുള്ള സാഹചര്യം, മിനിഞ്ഞാന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ ഒരു തടി വീണു. തടി കഷ്ണം അത് വാട്ടർ ടാങ്കിന് മുകളിൽ കയറിയതാണ്. അവിടുന്ന് വെള്ളമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പബ്ലിക് കണക്ഷനിൽ നിന്ന് വെള്ളം നിറയ്ക്കാനായിട്ട് പൈപ്പ് എടുത്തിട്ട് അതിനൊരു തടസ്സം വയ്ക്കാനൊരു തടി കഷ്ണം വെച്ചു. പുള്ളി എണിയാൻ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ആ തടി കഷ്ണം തലയിൽ വീണു, പൊട്ടി ചോര വന്നു. താഴെ ഇറങ്ങിയപ്പോൾ ആദ്യം കുഴപ്പമില്ലെന്നാണ് വിചാരിച്ച്. അടുത്തുള്ള ആശുപത്രി ചെന്നു, അവരൊന്നുമില്ലെന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ വീട്ടിൽ വന്നപ്പം തൊട്ട് ചോര എടുക്കാൻ തുടങ്ങി. എനിക്ക് ഒരു ഡ്രസ്സ് മാറാനോ ഒന്നും തോന്നുന്നില്ല. ഞാൻ ആകെപ്പാടെ വിറങ്ങലിച്ച് പോയി. ഞാൻ പറഞ്ഞു, മാതാവേ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിന് പോവുകയാണ്, കൂടെ വന്നേക്കണം എന്ന് പ്രാർത്ഥിച്ചു പോയി. അവിടെ ചെന്നു, തല കണ്ടത് അവർ CT സ്കാൻ ചെയ്യാൻ പോയി. അവിടെ ചെന്ന് CT ചെയ്തു. ഞാൻ പറഞ്ഞമ്മേ CT ചെയ്തോ, നോർമലായിരിക്കണം, വ്യാഴാഴ്ച ഞാനവിടെ വരും കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് CT ചെയ്തിട്ട് ഞാനവിടെ റിസൾട്ട് വാങ്ങിക്കാൻ നിന്നു. ഇവരെ പറഞ്ഞു വിട്ടു ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ ആയിട്ട്. 5 മണിയായപ്പോഴത്തേക്കും റിസൾട്ട് വന്നു, നോർമൽ CT സ്റ്റഡി. അവർ ഫ്രാക്ചർ എന്നൊക്കെ സസെപ്റ്റഡ് ആയിട്ട് പറഞ്ഞായിരുന്നു, പക്ഷെ ഒന്നുമില്ല. ഉടമ്പടിയിലുണ്ട് നമ്മളെ സംരക്ഷിക്കും എന്നുള്ളതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഞങ്ങൾക്കുണ്ട്. ചേട്ടൻ 2 വീലറിൽ പോയപ്പം ഒരു ദിവസം ആക്സിഡൻ്റായി. ഇടവഴിയിൽ നിന്ന് ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ടതാണ്. തെറിച്ച് പോയി ഡിവൈഡറിൽ പോയി വീണു. പക്ഷെ ഒന്നും പറ്റിയില്ല, വണ്ടിക്ക് ശകലം ചിളക്കം പറ്റിയതേ ഉള്ളൂ. അതുകൊണ്ട് ഉടമ്പടി നമുക്കൊരു അനുഗ്രഹം, നമ്മളെ സംരക്ഷിക്കും എന്നുള്ളതിന് അത് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലൂടെ ഉറപ്പ് നൽകുകയാണ്. ഇത്ര അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. അതോടൊപ്പം നമ്മുടെ ജൂൺ 16-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കയറി താമസം എന്ന് പറഞ്ഞില്ലേ. ജൂൺ 15 എന്ന് പറയുന്നത്
പെരുമഴയുള്ള ദിവസമായിരുന്നു. അന്ന് 24 hours മഴയാണ്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ 2 തിരിയും കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് വീട്ടിൽ പോയി. വീടിന് ചുറ്റും നടന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഒപ്പിട്ടിട്ട് പറഞ്ഞമ്മേ, ഞങ്ങൾ ക്ഷണിച്ചതിൻ്റെ പ്രകാരം ഇന്ന് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു ചേരാനുണ്ട്, വന്നിട്ട് അവർക്ക് തിരിച്ചു പോകാനുണ്ട് സുരക്ഷിതമായിട്ട്. അതുകൊണ്ട് മഴ പെയ്ക്കരുത്, അത് അമ്മ എനിക്കൊരു അടയാളം തരണമെന്ന് തന്നെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അന്നേ ദിവസം ഞാൻ എൻ്റെ കയർത്താൻ പാലുകാച്ചൽ ചടങ്ങിൻ്റെ സമയത്ത് ഒരു 2 സെക്കൻഡ് ഒരു മഴ തൂളിപ്പോയതല്ലാതെ അന്നേ ദിവസം മഴ പെയ്തതേയില്ല. അങ്ങനെ ഒരു അനുഗ്രഹം ഞങ്ങൾക്കുണ്ടായി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരുപാട് ജപമാലകൾ ചൊല്ലും, മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കും. പിന്നെ ഞാൻ പൈസ ഇട്ട് കൊടുക്കും. ചേട്ടൻ അനാഥാലയങ്ങളിൽ ആഹാരത്തിന് ഭക്ഷണം കൊടുക്കും. അതോടൊപ്പം വഴിയരികിലൊക്കെ കാണുന്നവർ, അതുപോലെ രോഗികളെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. അറിയാൻ കേൾക്കുകയും പോലും ഇല്ലാത്ത രോഗികൾക്ക് ചികിത്സാ സഹായം ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഒരാൾക്കെങ്കിലും ആഹാരം കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. പിന്നെ ഒരു ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു ദൈവിക അനുഭവം എന്ന് പറഞ്ഞാൽ, ആരോടും പിണക്കമില്ല, വഴക്കില്ല. എത്ര നമ്മളെ ദ്രോഹിച്ചവർക്ക് വേണ്ടിയിട്ട് പോലും പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ്, മറ്റുള്ളവരുടെ വേദന കാണുമ്പം അവരുടെ വേദന നമ്മുടേതായിട്ട് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ്, അതൊക്കെ തന്ന് ഈശോയും അമ്മയും ഞങ്ങളെ അനുഗ്രഹിച്ചു.